ഉപയോഗപ്പെടുന്നു. സുഹൃത്തുക്കളെ, എക്കണോമിക് കലണ്ടർ എന്ന ലിങ്ക് ഞാൻ നിങ്ങൾക്ക് മുൻപ് അയച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഇന്നത്തെ സെഷന് ശേഷം അയക്കുകയും ചെയ്യും. അത് എല്ലാവർക്കും അയക്കുമ്പോൾ മുൻപ് കിട്ടിയവരെ സംബന്ധിച്ച് അതൊന്ന് ഇഗ്നോർ ചെയ്താൽ മതി. സുഹൃത്തുക്കളെ, സ്ക്രീനിൽ കാണുന്നത് എക്കണോമിക് കലണ്ടർ എന്നാണ് ഇതിന്റെ പേര്. എക്കണോമിക് കലണ്ടർ, സാമ്പത്തിക മേഖലയെ ബാധിക്കുന്ന വാർത്തകൾ, ആ വാർത്തകളുടെ ക്രമം, ഏത് ദിവസത്തിൽ എന്ത് വാർത്ത വരുന്നു, അതുകൊണ്ട് എക്കണോമിക് കലണ്ടർ എന്ന് അതിന് പേരിട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, സ്ക്രീനിൽ ഡേറ്റ് വൈസ് കാണാൻ പറ്റും. ഓരോ ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ദിവസം വരെ. ഇത് അപ്കമിങ് വീക്കിനെ കുറിച്ച്, തിങ്കൾ മുതലുള്ള ആഴ്ചയിലെ കുറിച്ച് പോകാൻ ഞാൻ നെക്സ്റ്റ് വീക്ക് എന്ന് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് കാണാം, ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയുള്ള സ്ക്രീനാണ് കാണുന്നത്. അത് നമുക്ക് മാസത്തിന് അടിസ്ഥാനമാക്കി കാണാം. നോക്കൂ, കഴിഞ്ഞ മാസത്തിൽ വന്ന വാർത്തകൾ ഏതൊക്കെ, നെക്സ്റ്റ് മന്ത് അടുത്ത മാസത്തിൽ വരാനുള്ള വാർത്തകൾ ഏതൊക്കെ, ഇനി പ്രീവിയസ് വീക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന വാർത്തകൾ ഏതൊക്കെ, ഇനി നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് അപ്കമിങ് വീക്കിനെ കുറിച്ചാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്ക് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ആഴ്ചയിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെ എന്നതാണ് ഇതിൽ വരുന്നത്. അതിൽ ഹൈ ഇമ്പോർട്ടൻസോട് കൊടുക്കുന്ന വാർത്തകളുണ്ട്. ഹൈ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയത് ഞാൻ നിങ്ങൾക്ക് മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്. ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയ വാർത്തകൾ വളരെ പ്രധാനപ്പെട്ടതും, മഞ്ഞ നിറത്തിൽ അടയാളപ്പെടുത്തിയത് മീഡിയം ഇമ്പോർട്ടൻസും, എന്നാൽ വെള്ള നിറത്തിൽ കൊടുത്തതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത വാർത്തകളാണ്. അത് ഇന്ന രാജ്യമൊന്നുമില്ല, എല്ലാ രാജ്യത്തൊന്നും ഉണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്നുള്ളതുണ്ട്, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ളതുണ്ട്, യൂറോസോൺ രാജ്യങ്ങളിൽ നിന്നുള്ളതുണ്ട്, UK എന്നുള്ളതുണ്ട്, ജർമ്മനിയിൽ നിന്ന് മാത്രമായിട്ട് വരുന്നതുണ്ട്, അങ്ങനെ ബ്രസീൽ എന്നുള്ളതുണ്ട്. അങ്ങനെ ഇന്ന രാജ്യമൊന്നുമില്ല, എല്ലാ രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്തകൾ സ്ക്രീനിൽ വരുന്ന നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏത് കച്ചവടത്തിൽ പോകുന്നവരെ നേരിട്ട് ബാധിക്കുന്നതാണ് സുഹൃത്തുക്കളെ. ഈ ചുവന്ന അടയാളത്തിൽ കണ്ടോ, ഫെഡറൽ ചെയർമാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ സെൻട്രൽ ബാങ്കിന്റെ ചീഫ് സംസാരിക്കുന്നു ഈ ചൊവ്വാഴ്ച. അന്ന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാകും. IMFന്റെ മീറ്റിംഗ്, തുടർച്ചയായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന IMFന്റെ മീറ്റിംഗ് ആണ്. IMF എടുക്കുന്ന പ്രഖ്യാപനങ്ങൾ, നടത്തുന്ന പ്രഖ്യാപനങ്ങൾ, രാജ്യങ്ങൾക്ക് കടം കൊടുക്കുന്നതിനെ കുറിച്ച് പോളിസികൾ, അത് ഏതൊക്കെ രാജ്യങ്ങൾക്ക് അപ്രൂവൽ ആകുന്നു, ഇതൊക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും ഓരോരോ രാജ്യം, ഇന്ത്യയിലെ എക്സ്പോർട്ടിനെ കുറിച്ച്, എക്സ്പോർട്ട് ട്രേഡ് ബാലൻസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് തമ്മിലുള്ള വ്യത്യാസം, ട്രേഡ് ബാലൻസ് എന്ന് പറയുന്ന കണക്ക്, അത് ഏത് ദിവസം എത്ര മണിക്ക് വരുന്നു. അപ്പൊ ആദ്യം ഇടതുവശത്ത് സമയം, ഏത് രാജ്യം, പിന്നെ ഇമ്പോർട്ടൻസ്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ വാർത്ത, ഒരു വാർത്ത കൊടുക്കുന്നു. ഈ വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലർക്കത് അറിയില്ല എന്താണിത്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് റീറ്റെയിൽ സെയിൽസ്, ഈ വ്യാഴാഴ്ച അമേരിക്കയിൽ നിന്ന് വരാൻ പോകുന്ന വാർത്തയാണ്. വ്യാഴാഴ്ച റീറ്റെയിൽ സെയിൽസ് വരുമ്പോൾ ലോകക്രമത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഐറ്റംസിന്റെ വില ചാഞ്ചാട്ടം വരും. സുഹൃത്തുക്കളെ, റീറ്റെയിൽ സെയിൽസ് എന്താണ് ഒരാൾക്ക് അറിയണം. വെറുതെ ഇതിൽ ക്ലിക്ക് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ആയി വരും. അതിൽ കണക്ക് എഴുതിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനെ കുറിച്ച്, അമേരിക്കയിലെ ഇൻഫ്ലേഷന്റെ തോതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കണക്കാണ്. ഇറ്റ്സ് ഗ്രോത്ത് മേ ഹാവ് എ പോസിറ്റീവ് എഫക്ട് ഓൺ ഡോളർ. ഡോളറിന് പോസിറ്റീവായ ശക്തി വരികയാണ് ചെയ്യുക ഇത് റീറ്റെയിൽ സെയിൽസ് കൂടുക എന്ന്. അപ്പോൾ ഒരു വാർത്ത വന്നാൽ എങ്ങനെ അതിന് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുൾപ്പെടെ അവിടെ കൊടുത്തു പോയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഇതെല്ലാം കൂടി വായിച്ച് പഠിച്ചു മനസ്സിലാക്കി കാണാപ്പാഠം തിരിച്ചു വരാൻ വേണ്ടിയല്ല ഞാനിത് റെഫർ ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കുക. എല്ലാം മനസ്സിലാവണമെന്നൊന്നുമില്ല. ഉപയോഗക്രമത്തിലേക്കൊക്കെ വരുമ്പോൾ വളരെ നിസ്സാരമായി നിങ്ങളുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന രീതിയിൽ ഞാൻ പഠിപ്പിച്ചു തരും, അതെങ്ങനെ ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. പക്ഷെ അതൊന്ന് ഫെമിലറൈസ് ആവണ്ടേ, ഒന്ന് യൂസ് ടു ആവുക. അതിനുവേണ്ടി ഒന്ന് റെഫർ ചെയ്യണം എന്നതാണ് ഇന്ന് പറഞ്ഞു തരാനുള്ളത്. സുഹൃത്തുക്കൾ, എപ്പോഴും അതിൽ 3 കണക്കുകളാണ് കൊടുക്കുക. ഒന്ന് പ്രീവിയസ്, മറ്റൊന്ന് പാസ്റ്റ് കറന്റ്, മറ്റൊന്ന് ഫോർകാസ്റ്റ്. ഉദാഹരണത്തിന് ഞാൻ വരുന്ന വ്യാഴാഴ്ച വരുന്ന റീറ്റെയിൽ സെയിൽസ്, അമേരിക്കയിൽ നിന്ന് വരുന്ന റീറ്റെയിൽ സെയിൽസിനെ കുറിച്ച് തന്നെ ഒന്നുകൂടി പറഞ്ഞു പോകാം. റീറ്റെയിൽ സെയിൽസിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കണ്ടോ, ഇത് പ്രീവിയസ് എന്ന കോളത്തിലാണ് ഞാൻ കാണിച്ചു തരാത്. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് പ്രീവിയസ്, ഫോർകാസ്റ്റ്, ആക്ച്വൽ, ഇങ്ങനെ 3 കോളം ഉണ്ട്. അതിൽ റീറ്റെയിൽ സെയിൽസ് പ്രീവിയസ് 0.6% ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 0.6% ഗ്രോത്ത് ആണ് അമേരിക്കയിലെ റീറ്റെയിൽ സെയിൽസിൽ ഉണ്ടായത്. ഇത്തവണ ഫോർകാസ്റ്റ് -0.2,
എന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ആ വളർച്ചയേക്കാൾ പിറകോട്ട് പോകും. -0.2 എന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ആക്ച്വൽ വരുന്നത് എത്രയായിരിക്കും നമുക്ക് ആർക്കും അറിയില്ല. അതാ കറക്റ്റ് സമയത്ത് വരികയുള്ളൂ. സമയത്ത് വരുമ്പോൾ വാർത്ത അത് കണക്കാക്കി തീരുമാനം എടുത്തു പോകുക എന്ന് മാത്രമേ അതിൽ ചെയ്യാനുള്ളൂ. സുഹൃത്തുക്കളെ, വളരെ സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആ ഇൻട്രൊഡക്ഷൻ ഭാഗം അവിടെ നിർത്തുന്നു. സാധാരണഗതിയിൽ ഫോർകാസ്റ്റിനേക്കാളും കൂടുതലാണ് ആക്ച്വൽ വരുന്നതെങ്കിൽ അത് കൂടുതൽ പോസിറ്റീവായി അമേരിക്കയെ ബാധിക്കുന്നു, പോസിറ്റീവ് ഗുണം ചെയ്യുന്നു. എന്നാൽ നെഗറ്റീവ് ഫോർകാസ്റ്റിനേക്കാളും പിറകോട്ടാണ്, നെഗറ്റീവ് ആണെങ്കിൽ അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് മോശമായ സാഹചര്യം ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ വരാറ്. പക്ഷെ നമുക്ക് നോക്കാം, വരുന്ന ദിവസങ്ങളിൽ വാർത്തകൾ വരുന്നത് ലൈവായിട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. മാർക്കറ്റ് ഡിസ്കഷൻ സുഹൃത്തുക്കളെ, തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മാർക്കറ്റ് ഡിസ്കഷൻ നടക്കുന്നത്. സമയം സമ്മതിക്കുമെങ്കിൽ എല്ലാവരും അതിൽ കയറണം കേട്ടോ. 5 മിനിറ്റ് 10 മിനിറ്റേ ഉള്ളൂ, പക്ഷെ എല്ലാവരും കയറണം. ഒരാൾ പോലും മിസ്സാക്കരുതെന്ന് കൂടി പ്രത്യേകിച്ച് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് ആകുന്ന വേ ഓഫ് തിങ്കിങ് നമ്മളുടെ ചിന്തയുടെ അടിസ്ഥാനമാക്കി ലോകത്തുള്ള എല്ലാവരെയും 3 കാറ്റഗറിയായി തരംതിരിച്ചിരിക്കുന്നു. നോട്ട്സ് കുറിക്കുന്ന ശീലമുള്ളവർ ഒന്ന് കുറിക്കണം കേട്ടോ. നമ്മൾ അത്ര ലാഘവത്തിലെടുക്കരുത്. ഇത് ട്രേഡിംഗ് ഇൻഡസ്ട്രി നിങ്ങൾ കടന്നു വരുമോ ഇല്ലയോ എന്ന് സെക്കൻഡറി ആണ്. അതൊക്കെ വിട്. അതിനു മുമ്പ് റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറഞ്ഞു തരുന്ന 3 വേ ഓഫ് തിങ്കിങ്. ഒന്നാമത്തത് വിഷ്വൽ തിങ്കേഴ്സ്. ഒന്നാമത്തെ കാറ്റഗറി വിഷ്വൽ, കാഴ്ചയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നവരാണ് വിഷ്വൽ തിങ്കേഴ്സ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വിളിക്കുന്നത് ഓഡിറ്ററി, ഓഡിയോ, കേൾവിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഓർത്തുവെക്കുകയും റീകോൾ ചെയ്യുന്ന കൂട്ടരാണ് ഓഡിറ്ററി തിങ്കേഴ്സ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് വിളിക്കുന്നത് കിനസ്തെറ്റിക് തിങ്കേഴ്സ്. കിനസ്തെറ്റിക്, KYNESTHETIC, KYNESTHETIC, കിനസ്തെറ്റിക്. ഫീലേഴ്സ് എന്ന് വിളിക്കും. ഫീലിങ്സിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കിനസ്തെറ്റിക്. ഇങ്ങനെ 3 കാറ്റഗറിയായി ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ലോകത്തുള്ള എല്ലാ വ്യക്തികളെയും കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു. പ്രായഭേദമന്യേ, ജെൻഡർ വ്യത്യാസമില്ലാതെ, നാഷണാലിറ്റി വ്യത്യാസമില്ലാതെ, ഭാഷ അടിസ്ഥാനമാക്കാതെ പൂർണ്ണമായും ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള 3 കാറ്റഗറൈസേഷനാണ്. എന്താണ് വിഷ്വൽ തിങ്കേഴ്സ്? എന്താണ് വിഷ്വൽ തിങ്കേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ലോകത്തുള്ള എല്ലാ വ്യക്തികളിലും വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് ഇത് 3ഉം ഒരേ സമയത്ത് ആക്റ്റീവാണ്. ഇത് ഒരേ സമയത്ത് 3 വേ ഓഫ് തിങ്കിങ്ങും ആക്റ്റീവാണ്. പക്ഷേ ഇതിൽ ഒരെണ്ണത്തിന് ശക്തമായ ഡോമിനേഷൻ ഉണ്ടാകും, മുൻതൂക്കം ഉണ്ടാകും. ബാക്കിയെല്ലാം അതിൻ്റെ പിറകിലായിരിക്കും. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന അസൈൻമെന്റ് ഈ 3 എണ്ണത്തിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഡോമിനന്റ് ആയിരിക്കുന്നത്, അതിനുശേഷം ഏത്, ആ ക്രമം നിങ്ങൾ സ്വയം കണ്ടെത്തണമെന്നതാണ് ഇന്ന് തരാൻ പോകുന്ന അസൈൻമെന്റ്. ശ്രദ്ധിച്ചു കേൾക്കുക. എന്താണ് വിഷ്വൽ തിങ്കേഴ്സ്? കാഴ്ചയിൽ കൂടി പെട്ടെന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവർ, വായനയിൽ കൂടി പെട്ടെന്ന് ഗ്രഹിക്കുന്നവർ, ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നവർ, ഓർത്തുവെക്കുന്നവർ, റീകോൾ ചെയ്യുന്നവർ. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഇവര് എപ്പോഴും ടോപ്പേഴ്സാണ്. അധ്യാപകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികൾ. പറഞ്ഞു കൊടുത്ത് തീരണ്ട, അതിനു മുമ്പ് എല്ലാം പാഠമാക്കും, കൃത്യമായി ഓർമ്മയിൽ വയ്ക്കും, എത്ര കാര്യങ്ങൾ കഴിഞ്ഞ് പെർഫോം ചെയ്യും. പഠനത്തിൽ മാത്രമല്ല, കാഴ്ചയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. സീനറീസ് കാണാൻ, ബ്രൈറ്റായ എൻവയോൺമെന്റ്, എന്താ പറയുക, നല്ല കളർഫുള്ളായ ഡ്രസ് കോഡുകൾ എന്ന് വേണ്ട എല്ലാം, നിറവുമായി ബന്ധപ്പെട്ട എല്ലാം പെട്ടെന്ന് ആകർഷിക്കപ്പെടും. വിഷ്വലൈസേഷൻ, ടൂറിസം, സഞ്ചാരം, സീനറീസ് കാണുക, പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഇതിലൊക്കെ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് വിഷ്വൽ തിങ്കർ. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് ഈ വിഷ്വൽ തിങ്കേഴ്സ് എന്ന് പറഞ്ഞവർ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ടോപ്പർ ആകുന്നു? യഥാർത്ഥത്തിൽ അവർക്ക് പോലും അറിയില്ല അതിന്റെ ഫാക്ട് എന്താണെന്ന്. അവരറിഞ്ഞുകൊണ്ടല്ല, അവർ ടോപ്പർ ആകുകയാണ്. സുഹൃത്തുക്കളെ, കാര്യം ഇത്രയേ ഉള്ളൂ. ഇവരുടെ എക്സ്ട്രാ സ്കിൽ എന്ന് പറയുന്നത് ഏത് രീതിയിൽ ഇൻപുട്ട് കിട്ടിയാലും അവർ ബോധപൂർവം ആലോചിക്കാതെ തന്നെ അതിനെ മനസ്സിൽ ചിത്രരൂപേണ കൺവേർട്ട് ചെയ്യപ്പെടുന്നു, വിഷ്വലൈസ് ചെയ്യപ്പെടുന്നു എന്ന്. എനിക്കൊരു ഇൻപുട്ട് കിട്ടുക, ഞാനൊരു വിഷ്വൽ തിങ്കറാണെന്ന് വിചാരിക്കുക, കാഴ്ചക്കാരൻ വിഷ്വൽ തിങ്കർ. എനിക്ക് ഇൻപുട്ട് എനിക്ക് കിട്ടുമ്പോഴേക്ക് ഞാൻ ചിന്തിക്കാതെ, ഞാൻ ഒന്നും ആലോചിക്കാതെ, കോൺഷ്യസ് എഫേർട്ട് ഇടാതെ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവം കേട്ടാലും അത് അറിയാതെ മനസ്സിൽ ചിത്രങ്ങൾ പെട്ടെന്ന് ഫോം ചെയ്യുന്നു.
എന്ത് കാര്യവും നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ ദീർഘകാലം അത് മനസ്സിൽ നിൽക്കും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാധാരണ ഒരാൾ, ഈ വിഷ്വൽ തിങ്കർ അല്ലാത്ത ആൾ, ഒരു കാര്യത്തിനെ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ചിന്തിക്കണം. അതങ്ങനെ ഇങ്ങനെ അവിടെ കിട്ടി. ഒരു കോൺഷ്യസ് ആയ എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് ആ വിഷ്വൽസ് കിട്ടുക. പക്ഷെ വിഷ്വൽ തിങ്കറിന് അയാളെ അറിയുന്നില്ല. അയാൾക്ക് എന്ത് കിട്ടിയാലും അറിയാതെ തനിയെ ഉണ്ടാകുകയാണ്. അതാണ് അവരെ ടോപ്പറാക്കി നിർത്തുന്നത്. വിഷ്വൽ തിങ്കേഴ്സ് അതിവേഗത ഇഷ്ടപ്പെടുന്നവരാണ്. സ്പീഡിന്റെ പര്യായമാണ് അവർ. ചില സമൂഹത്തിൽ നമ്മൾ സാധാരണ പറയും അല്പം പെടപ്പ് കൂടുതലാണ് ആൾക്ക്, ഭയങ്കര വെപ്രാളമാണെന്നൊക്കെ. അത് ചിലപ്പോൾ പറയാറുണ്ട് ഈ കൂട്ടർ. അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു, വേഗത എക്സ്പ്രസ് ചെയ്യുന്നത് ഇവരുടെ ഒരു സമൂഹത്തിൽ ഒരു പ്രത്യേകമായി അവർ കാണിച്ചു തരാറുണ്ട്. രണ്ടാമത്തെ ഓഡിറ്ററി തിങ്കേഴ്സ്, കേൾവിക്കാര്. കേൾവിയിൽ കൂടിയുള്ള ഇൻപുട്ടുകൾ പെട്ടെന്ന് ഗ്രഹിക്കുക. കേൾവിയിൽ കൂടി എന്ത് കിട്ടിയാലും പെട്ടെന്ന് മനസ്സിൽ നിൽക്കുകയും ദീർഘകാലം റീകോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടരാണ്. പക്ഷേ സ്വയം വായിച്ചു മനസ്സിലാക്കി പഠിക്കാൻ പറഞ്ഞാലോ പ്രശ്നമാകും. തനിയെ നോക്കി പഠിക്കുന്നു പറഞ്ഞാലോ പണിയായി. കാഴ്ചയിൽ കൂടിയുള്ള ഇൻപുട്ടുകൾ അത്ര ഫേവറബിൾ അല്ല. പക്ഷെ കേൾവിയിൽ കൂടി എന്ത് കിട്ടിയോ പെട്ടെന്ന് കേൾക്കും. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഇവർ മിഡിൽ ക്ലാസ് ആണ്. ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു മിഡിൽ ക്ലാസ് ആണ് കേട്ടോ. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് ഒരു മിഡിൽ നിൽക്കുന്നു? ഒരിക്കലും അവർ പരാജയപ്പെടില്ല. അത് പ്രത്യേകത. പരാജയം അവർക്കില്ല. എന്നാൽ ഒരിക്കലും ടോപ്പറും ആവില്ല. തട്ടിയും മുട്ടിയും ഇങ്ങനെ പോവും. അധ്യാപകരോട് രക്ഷകർത്താക്കൾ ചോദിക്കാൻ എങ്ങനെയുണ്ട് കുട്ടി? കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്നുകൂടി ശ്രമിച്ചാൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. എന്താ കാര്യം എന്നറിയോ? ഇവര് സ്വയം പഠിച്ചു പോകുമ്പോൾ വായിച്ചു മനസ്സിലാക്കി പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്നതിന് കാരണം ഈ ഓഡിറ്ററി ഡോമിനേഷൻ കാരണം വിഷ്വൽസ് വരുന്ന പകുതി അവർക്ക് മനസ്സിൽ ഉൾക്കൊള്ളോ എന്ന് സംശയമാണ്. ഇവരുടെ ഏറ്റവും വലിയ ഡിമെറിറ്റ് സംശയം. അവരെ തന്നെ സംശയമാണ്. ഉദാഹരണം, ഒരു പുസ്തകത്തിലെ പാരഗ്രാഫ് വായിച്ചു പോവാണ്. വലിയ പാരഗ്രാഫ് ആണെങ്കിൽ 2-3 സെന്റൻസ് കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ചിന്ത വരും, എന്തോ മിസ്സായ പോലെ തോന്നുന്നു. ഇത് ഒന്നും മിസ്സായിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ മനസ്സിൽ എന്തോ മിസ്സായ പോലെ തോന്നുന്നു. പിന്നെയും തുടക്കം മുതൽ വായിക്കും. പാരഗ്രാഫിന്റെ 1/4 ഭാഗത്തുമ്പോൾ പിന്നെയും മനസ്സിൽ പറയും, ഈ എന്തോ മിസ്സായി, ഒന്നുകൂടി വായിക്കണം. പിന്നെയും തുടക്കം മുതൽ പോകും. വായിച്ചതിനെ വീണ്ടും വായിച്ച് അത് ഉറക്ക വായിച്ചു. പിന്നെ അവർക്ക് ശബ്ദത്തിൽ കൂടി വേണം. ഉറക്ക വായിച്ചാലേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് ഇവരുടെ മനസ്സിന്റെ തോന്നലാണ് ഇതൊക്കെ. ഓഡിറ്ററി തിങ്കേഴ്സ്. ക്ലാസ്സിൽ അധ്യാപകനൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിന് കേൾവി കൂടി കിട്ടാൻ എളുപ്പമാണ്. മ്യൂസിക്കില് വലിയ കട്ടിയുള്ള ലിറിക്സ് ആവട്ടെ, സിനിമ ഡയലോഗ് ആർക്കും ഓർത്തു വെക്കാൻ പറ്റാത്താവട്ടെ, ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അപ്പൊ കത്തും. അവർ പറയും, അധ്യാപകർ ചോദിക്കും, നിനക്ക് സിനിമ ഡയലോഗ് പഠിക്കാൻ പറ്റുമല്ലോ, മ്യൂസിക് പറ്റുമല്ലോ, പുസ്തകങ്ങൾ പഠിക്കാൻ പറ്റാത്തത് താല്പര്യക്കുറവല്ലേ? ഒരു താല്പര്യക്കുറവല്ല. ഓഡിറ്ററി ഇൻപുട്ടാണോ ആൾക്ക് കത്തിയിരിക്കും. കേൾവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയുമ്പോൾ വീട്ടിലൊക്കെ മ്യൂസിക് വെക്കുമ്പോൾ ഇക്കൂട്ടരുണ്ടല്ലോ, സാധാരണ എല്ലാവരും മിതമായ ശബ്ദം ഇഷ്ടപ്പെടുമ്പോൾ ഇവർക്ക് ഇങ്ങനെ പരമാവധി ബീറ്റ്സും ബേസും ഒക്കെ വെച്ച് ഇങ്ങനെ ഹൃദയം പെട്ടയ്ക്കണം, അങ്ങനെ വരുമ്പോൾ ഹരം കൊള്ളും. വാവ്! ബാക്കിയുള്ളവർ ചെവി പോട്ട് ഓടുന്ന സമയത്തായിരിക്കും ഇവരാഘോഷിക്കും. തൃശ്ശൂർ പൂരം, ചണ്ടമാളം, വാദ്യമേളങ്ങൾ, ഇതിൻ്റെ ഒക്കെ മുമ്പിൽ കൊണ്ട് ചെവിക്കും. അത് ഇങ്ങനെ ഇരുന്ന ഹരം കൊണ്ടിരിക്കുന്നതാണ് ഇവര് ഓഡിറ്ററി തിങ്കേഴ്സ്, കേൾവിക്കാര്. 4 ആൾ കൂടുന്ന സ്ഥലത്ത് ഇവർ എത്തിയാലുണ്ടല്ലോ പെട്ടെന്ന് തിരിച്ചറിയാം. കാരണം എന്താ? ശബ്ദമോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എന്തപ്പോ വന്നു, എങ്ങനെ വന്നു എന്ന് വേണ്ട ഒരു ജഗ പുകയാണ് ഈ ആശാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓഡിറ്ററി തിങ്കർ എന്ന് പറയുന്ന ആ കാറ്റഗറി. ഞാൻ പറഞ്ഞു, റീതിങ്കിങ് ആണ് ഇവരുടെ പ്രശ്നം. എല്ലാം അറിയാമെങ്കിലും അത് ശരിയാണോ, അത് ശരിയാവോ, തെറ്റിപ്പോകുമോ, ഈ റീതിങ്കിങ് വല്ലാതെ ഇവരെ പിറകോട്ട് വലിക്കുകയും അതുകൊണ്ട് തന്നെ അവർ ജീവിതകാലത്ത് ബഹുഭൂരിപക്ഷ കാലഘട്ടങ്ങളിലും മിഡിൽ ക്ലാസ്സിൽ പെട്ടുകിടക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ടോപ്പറല്ല, ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇങ്ങനെ പോകും. ലൈഫിലും അങ്ങനെ തന്നെയാണ് അവര്. മൂന്നാമത്തത് കിനസ്തെറ്റിക് തിങ്കേഴ്സ്, ഫീലേഴ്സ്. ഫീലിങ്സിൽ കൂടി കാര്യം ഉൾക്കൊള്ളുക. എക്സ്പെരിമെന്റുകൾ ചെയ്യാൻ ഭയങ്കര താല്പര്യം. സുഹൃത്തുക്കളെ, സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ബാക്ക് ബെഞ്ച് ബോയ്സ് അല്ലെങ്കിൽ ഗേൾസ് എന്നറിയപ്പെടുന്നത്. എല്ലാ പരീക്ഷയ്ക്കും മിക്കവാറും പൊട്ടും, ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആവും സ്കൂളിൽ നിന്നും. അധ്യാപകരൊക്കെ ചീത്ത വിളിക്കുക, അവസാനം ബാക്കിൽ കൊണ്ടിരുത്താൻ അവിടെ ഇരിക്കാൻ പറയും. എന്താ പ്രശ്നം എന്നറിയോ? ഇവർക്ക് ഒരുപാട് ഇൻപുട്ടുകൾ കിട്ടല് അല്പം ബുദ്ധിമുട്ടാണ് ഉൾക്കൊള്ളാൻ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ, ഇവരെ പോലെ പ്രാക്ടിക്കലായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാള് ഈ ലോകത്ത് നിങ്ങൾക്ക് വേറെ കിട്ടില്ല. ഇത് ഒരു പ്രാവശ്യം ഒരു കാര്യത്തിനെ മനസ്സിലാക്കി ആ കാര്യത്തിനെ മാത്രം സ്പെസിഫിക്കായി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇവരോളം മനോഹരമായി ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി ഇല്ല. അത് അവരുടെ പ്രാക്ടിക്കൽ സ്കിൽ ഭയങ്കരമാണ്.
പുതിയ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. സങ്കല്പിക്കുക, ഒരു കുട്ടി ക്ലാസ് പഠിക്കുന്ന സമയത്ത് അധ്യാപകന് ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുക, കുട്ടിക്ക് മനസ്സിലായില്ല, കിനസ്തെറ്റിക് തിങ്കറാണ്, ടീച്ചർ ഒന്നുകൂടി പറയാമോ, പറഞ്ഞു കൊടുത്തു, രണ്ടാമത് പറഞ്ഞു, ഒന്നുകൂടി പറ ടീച്ചർ, ഈ ഭാഗം മനസ്സിലായില്ല, മൂന്നാമത് പറഞ്ഞു, പിന്നെ ടീച്ചറിന് അവിടെ സമയം. അപ്പൊ പറഞ്ഞു, കുട്ടി സ്റ്റാഫ് റൂമിലേക്ക് വരും, ഞാൻ പറഞ്ഞു തരാം. സ്റ്റാഫ് റൂമിൽ ഇപ്പോൾ ഒരു മടി, അപ്പോൾ ഒരു പോയില്ല, ഒരു ചെറിയ ഭാഗം മിസ്സായി. ചെറിയ ഭാഗം മിസ്സായപ്പോൾ മനസ്സ് തീരുമാനിച്ചു, ഓ ഇനി എനിക്കൊന്നും പറ്റൂല, എൻ്റെ എല്ലാം പിടുത്തം വിട്ടു. ഇവർ പെട്ടെന്ന് ഈ തീരുമാനം എടുക്കും. എന്ത്, ഏതോ ഒരു ചെറിയ ഭാഗം മിസ്സാകുമ്പോൾ അത് മിസ്സായില്ലേ, ഇനി ഞാനില്ല. അങ്ങനെ അവർ സ്വയം തീരുമാനം എടുക്കുന്ന ഒരു കൂട്ടർ കൂടിയാണ്. ഗിവപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് പുതിയ പുതിയ കാര്യത്തിന് ഉൾക്കൊള്ളുക. പക്ഷെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നതിൽ ഇവരുടെ പര്യായം വേറെ കണ്ടെത്താൻ പറ്റില്ല. അത്രത്തോളം റിസ്ക് എടുക്കും. റിസ്കിന് കറക്റ്റ് പര്യായമാണ് ഇവര്. ഏതറ്റം വരെ പോകുകയും ചെയ്യും റിസ്ക് എടുത്തുകൊണ്ട്. പരീക്ഷയ്ക്ക് തോക്കുമായിരിക്കും, എല്ലാ പരീക്ഷയ്ക്കും ലാസ്റ്റും ഇതായിരിക്കും, സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിരിക്കും. എങ്കിലും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങണോ, ബിസിനസ് തുടങ്ങണോ, കായികാധ്വാനത്തിൽ പോകണോ, ഒക്കെ ശരിയാണ്. സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ പറയും എന്ത്, സ്പോർട്സിന്റെ കുട്ടികൾ പഠിക്കില്ല എന്ന്. സുഹൃത്തുക്കളെ, സ്പോർട്സ് ഇത്തരം കാര്യങ്ങൾ, കായികാധ്വാന കാര്യങ്ങളിലേക്ക് ഇവർക്ക് ഭയങ്കര താല്പര്യമുള്ളവരാണ്. കാരണം എന്താ, ഇവർക്ക് മടിയില്ല, ശാരീരികമായ അധ്വാനത്തിന് പ്രശ്നമില്ല, വേർക്കുന്നതിന് കുഴപ്പമില്ല, കഠിനമായ അധ്വാനം ഒരു പ്രശ്നമില്ല. പക്ഷെ പുതിയ സബ്ജക്റ്റ് കൊണ്ടുവരും, അതാ കുറച്ചും പ്രശ്നം ഉണ്ടാകും. യഥാർത്ഥത്തിൽ സ്പോർട്സിന്റെ കുട്ടി പഠിക്കാത്തതല്ല, കിനസ്തെറ്റിക് തിങ്കർ കായികമായ കാര്യങ്ങളിലേക്ക് തനി അട്രാക്ട് ചെയ്യപ്പെടുന്നു. അത് അവരുടെ പ്രത്യേകതയാണ്. ബിസിനസ്സിൽ റിസ്ക് എടുക്കും, പുതിയ പുതിയ ബിസിനസ് തുടങ്ങും. 50-ാമത്തെ വയസ്സിൽ ബിസിനസ് പരാജയപ്പെട്ടു വിചാരിച്ചോ, വീണ്ടും 55-ാമത്തെ അടുത്ത ബിസിനസ് തുടങ്ങും. പിന്നെയും പരാജയപ്പെട്ടോ, അടുത്ത വർഷം പിന്നെയും ബിസിനസ് തുടങ്ങും. നാട്ടുകാരും വീട്ടുകാരും ചോദിക്കും, ഇതെത്രയാ പൊട്ടെന്ന് നിർത്തിക്കൂടെ? നെവർ എവർ ദേ ഗിവ്സ് അപ്പ്. അതാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതാണ് അവരുടെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു കാരണവശാലും അവർ ഗിവ് അപ്പ് ചെയ്യുന്ന പരിപാടിയില്ല. സുഹൃത്തുക്കളെ, കിനസ്തെറ്റിക് തിങ്കേഴ്സ് എന്നത് നമ്മളുടെ സമൂഹത്തിൽ ഇവർക്ക് സാധാരണഗതിയിൽ ചീത്ത പേര് വീഴാറുണ്ട്. നമ്മൾ ഏഷ്യൻ സംസ്കാരത്തില് ഒരു ചട്ടക്കൂടുണ്ടല്ലോ, ഒരു എന്താ പറയാ, കുടുംബജീവിതത്തിൽ ഒരു ചട്ടക്കൂട്, അച്ഛനും അമ്മയും മക്കളും ഒക്കെയായി ജീവിക്കുന്ന ഒരു ചട്ടക്കൂട്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഈ ഫീലേഴ്സ് എന്ന കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഫീലിങ്സിന് ഏതറ്റം വരെ പോവുകയും റിസ്ക് എടുക്കുകയും ചെയ്യും. ഉദാഹരണം, മെയിലിനെ സംബന്ധിച്ച് ഫീമെയിൽ സംബന്ധമായ കാര്യങ്ങൾ ഭയങ്കര താല്പര്യമാണ്, ഫീമെയിലിനെ സംബന്ധിച്ച് മെയിൽ സംബന്ധമായ കാര്യങ്ങൾ താല്പര്യമാണ്. ആ കുടുംബത്തിന്റെ ചട്ടക്കൂടുകളൊക്കെ വെട്ടിച്ചുകൊണ്ട് അയൽവക്കങ്ങളിൽ ബന്ധങ്ങൾ ഉണ്ടാക്കി വയ്ക്കും, കുടുംബത്തിനകത്ത് കുറുബന്ധങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ നാട്ടുകാർ ചോദ്യം ചെയ്യും, വീട്ടുകാർ ചോദ്യം ചെയ്യുമ്പോൾ ദൂരങ്ങളിൽ പോയി മറ്റു ബന്ധങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. ഏഷ്യൻ സംസ്കാരത്തിന് ഒരു പക്ഷേ മോശമെന്ന് പറയുന്നുണ്ട്, ആ തരത്തിൽ അവർക്ക് ചീത്തപ്പേര് വീഴാറുണ്ട്. പക്ഷെ സുഹൃത്തുക്കളെ, വീണ്ടും ശ്രദ്ധിക്കുക, ലോകത്തുള്ള എല്ലാ വ്യക്തികളിലും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഇത് മൂന്നും ആക്റ്റീവാണ് ഒരേ സമയത്ത്. ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ശക്തമായി ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടാകും, മറ്റൊന്ന് തൊട്ടു താഴെ, മറ്റൊന്ന് തൊഴ. ആ ക്രമം ഏത് എന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തണം എന്നതാണ് ഇന്നത്തെ ഞാൻ അസൈൻമെന്റ് തരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാൻ, കണ്ടെത്താൻ വേണ്ടി, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇനി വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ കൂടി പോകുന്നു. ഈ ഉദാഹരണങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഓരോ ഉദാഹരണത്തിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുപേര് ഈ സെഷന്റെ അവസാനത്തിന് മുമ്പ് തന്നെ, ഓ ഞാൻ ഈ ഒരു വേ ഓഫ് തിങ്കർ ആണ്, പെട്ടെന്ന് തിരിച്ചറിയും. മറ്റു കുറച്ചുപേര്, ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുണ്ട്, അപ്പൊ ഞാൻ ഇതിൽ ഏതാണ്? അത് കണ്ടെത്തുന്നത് എങ്ങനെ? അവരവർക്ക് സ്വയം കണ്ടെത്തുന്നത്. അത് ലാസ്റ്റ് ഈ എക്സാമ്പിൾസിന് ശേഷം നിങ്ങൾക്ക് സ്വയം കണ്ടെത്താനുള്ള എക്സസൈസ് ഉൾപ്പെടെ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചേർത്തത്. ട്രേഡിങ്ങോ ബിസിനസ്സോ ഏതെങ്കിലും തരത്തിൽ കച്ചവടമോ നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇത് നിർബന്ധമായും റിയൽ ലൈഫിൽ കൊണ്ടുവന്നിരിക്കണം. ശ്രദ്ധിച്ചോളൂ. സങ്കല്പിക്കുക, ഞാൻ ഒരു വിഷ്വൽ, ഒരു ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഈ 3 പേരെയും കൊണ്ട് ഒരു കാർ ഷോറൂമിൽ കൊണ്ടുപോവാണ്. കാർ ഷോറൂമിൽ പോയി ഇവർക്ക് 3 പേർക്കും ടെസ്റ്റ് ഡ്രൈവിന് സാഹചര്യം കൊടുത്തു. വിഷ്വൽ തിങ്കർ, ഏറ്റവും ആദ്യം പറഞ്ഞ വേഗതയിൽ കാര്യം ചെയ്യുന്ന ആളുകൾ, വിഷ്വൽ തിങ്കേഴ്സ് എന്ന കാറ്റഗറി. ഇയാള് ടെസ്റ്റ് ഡ്രൈവിന് കാറിന്റെ അടുത്ത് ചെന്നാൽ ആദ്യം വാഹനം ഓടിക്കുകയല്ലേ ചെയ്യുക, വിഷ്വലാണ്. അതുകൊണ്ട് തന്നെ കാറിന്റെ ഒരു സൈഡിൽ പോയി നോക്കും, എങ്ങനെയുണ്ട്. മറ്റൊരു കോർണറിൽ പോയി നോക്കും, കാറിന്റെ ചുറ്റും പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് കാണാം. എന്നിട്ട് സെയിൽസിലാൾ വിചാരിക്കും, ഇയാൾക്ക് എന്താ ഡ്രൈവിംഗ് അറിയില്ല, എന്തേ വാഹനം ഓടിക്കാത്തത്? അറിയാത്തത് കൊണ്ടല്ല, ഇയാളെ സംബന്ധിച്ച് ഇതിനെ വിഷ്വലി കൃത്യമായ എല്ലാ ആംഗിളിൽ നിന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടുള്ളൂ. വിഷ്വലി ഇഷ്ടപ്പെടണം. ആ നോട്ടത്തിൽ തന്നെ അവർക്ക് കൃത്യമായ അതിന്റെ ഉൾവശങ്ങളെ കുറിച്ച്, എന്താണ് ഇതിലെ
അവർക്ക് കിട്ടാനുള്ള എന്തൊക്കെയുണ്ട് അതില്. ടെസ്റ്റ് ഡ്രൈവിനകത്ത് കയറി വിചാരിക്കുക വാഹനം ഓടിക്കാൻ പോവുകയല്ല ചെയ്യുക. അകത്ത് ആദ്യം വീക്ഷിക്കും, റൂഫിൽ നോക്കും എങ്ങനെയുണ്ട്, താഴെ നോക്കും, ഡാഷ്ബോർഡ് തുറന്നു നോക്കും, എന്തൊക്കെ കാണാനുണ്ടോ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇത് കാണാം. വിഷ്വൽ തിങ്കർ ആണ് എന്ന് സെയിൽസിലെ ആളുകൾ ചിലപ്പോൾ തിരിച്ചറിയും. സുഹൃത്തുക്കൾ, ഇതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ഗ്രാഹ്യമുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട് കേട്ടോ. സെയിൽസിലെ ആൾക്ക് ഇയാളത് വിഷ്വൽ തിങ്കറായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുക. പിന്നെ ഈ സെയിൽസിലെ ആൾ എന്താ പറയുന്നറിയോ? സാർ, ഈ കാറുണ്ടല്ലോ ഭയങ്കര ഡിസൈൻ ചെയ്തേക്കുന്നത് ഇറ്റലിയിൽ നിന്ന് ഡിസൈനറാണ്, അതും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കാർ ഡിസൈനർ, അവാർഡ് കിട്ടിയ ഡിസൈനറാണ്. കാരണം അതുകൊണ്ട് തന്നെ ഈ സാർ ഈ കാറുമായിട്ട് പുറത്തുപോയി എല്ലാവരും നോക്കും. ഈ വിഷ്വലിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ട കാര്യം. സാർ, ഇതിന്റെ കളർ ഉണ്ടല്ലോ പേറ്റന്റഡ് ആണ്, ഈ കളർ ഈ ഒരു മോഡലിന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് ഫാന്റാസ്റ്റിക് ആയിരിക്കും. ഈ വിഷ്വൽ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇഷ്ടപ്പെടുന്നവരാണ്. അടുത്ത പറയും, സാർ ഇതിന്റെ ആക്സിലേറ്റർ കാല് വെച്ചാൽ മതി, സെക്കൻഡിന്റെ ന്യൂഡിടയിൽ ഇത്ര വേഗതയിൽ എത്തിയിരിക്കും, ഭയങ്കര സംഭവമാണ്. ആ വിഷ്വലുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന, അവർക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യവും ഇയാൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ ടെസ്റ്റ് ഡ്രൈവിന് പോയ ആളായിരിക്കാം, അഡ്വാൻസ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടാവില്ല. ഈ വാചകത്തിനിടയിൽ അറിയാതെ ചിലപ്പോൾ ടോക്കൺ അഡ്വാൻസും കൊടുത്തിരിക്കും. വിഷ്വൽ തിങ്കേഴ്സ് അവരുടെ പ്രയോറിറ്റി എന്തെന്ന്. രണ്ടാമത്തെ ഓഡിറ്റർ തിങ്കേഴ്സ് കേൾവിക്കാര്. കാറിൽ എന്താ കേൾക്കാനുള്ളത്? ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കാറിനടുത്ത് ചെന്നാൽ ആദ്യം വിൻഡ്ഷീൽഡിലുള്ള ഗ്ലാസ്സിൽ മുട്ടി നോക്കും, ടും ടും ടും. ബോഡിയിൽ ഇടിച്ചു നോക്കും, ടപ്പ് ടപ്പ് ടപ്പ്. ഡോറ് തുറക്കും, അടയ്ക്കും, പിന്നെ തുറക്കും, അടയ്ക്കും, ഇങ്ങനെ കിടിക് കിടിക്. എന്താ കാര്യം അറിയോ? നമ്മൾ വിചാരിക്കും ഇയാളെന്താ തട്ടും മുട്ടും ഒക്കെ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, തട്ടലും മുട്ടലൊന്നുമല്ല. അവരിങ്ങനെ നോക്കി ഒരു ശബ്ദം വരുമല്ലോ, ചെറിയൊരു ശബ്ദം. ഈ ശബ്ദം ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ മില്യൺസ് ഓഫ് ശബ്ദങ്ങളുമായി കമ്പയർ ചെയ്യപ്പെടുന്നു. മുൻകാലങ്ങളിൽ അവർ കേട്ടിട്ടുള്ള മില്യൺസ് ഓഫ് ശബ്ദങ്ങളുമായി കമ്പയർ ചെയ്യപ്പെടുകയും അതിനുശേഷം അവർ കൃത്യമായി അതിന്റെ ക്വാളിറ്റി എന്ത്, അതിന്റെ തിക്നെസ് എന്ത്, അത് എത്രത്തോളം നല്ലതാണ് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേറൊരു കാര്യം ആവശ്യമില്ല. ഈസിയായിട്ട് അവർ തീരുമാനം എടുക്കും. ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കാറിനകത്ത് കയറി വിചാരിക്കുക, അവരാദ്യം തന്നെ ഓടിക്കല്ല ചെയ്യുക. വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റേസിംഗ് ആണ്, ആ ആക്സിലേഷനിൽ വരുമ്പോൾ ഒരു ശബ്ദം വരുമ്പോൾ വാവ് വാട്ട് എ കാർ, ഹോൺ പിടിച്ച് 4 ഞെക്കാണ്. ചിലപ്പോൾ ക്ലോസ്ഡ് ഷോറൂം ആയിരിക്കും. മറ്റുള്ളവർക്ക് എന്ത് അരോചകമെന്ന് ഇയാളുടെ വിഷയമല്ല. ആ ശബ്ദം കേൾക്കുമ്പോൾ മ്യൂസിക് സിസ്റ്റം പരമാവധി ശബ്ദത്തിൽ വെച്ച് പിന്നെ കാർ മുഴുവൻ ഞെട്ടണം. പിന്നെയോ അതുകൂടാതെ ഇതിന്റെ എത്ര വൂഫറുണ്ട്, ഇതിന്റെ ഏത് സിസ്റ്റമാണ്, എന്താണ് ഇതിന്റെ ബ്രാൻഡ് മുതൽ അങ്ങനെ മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ച് വാചാലമാകും. കോസ്റ്റ് എഫക്റ്റീവായ ലൈഫ് ഇഷ്ടപ്പെടുന്ന മിഡിൽ ക്ലാസ്സിൽ പെട്ടവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഓഡിറ്റർ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ മേഖലയും മിഡിൽ ക്ലാസ്സിലാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ഒരു പ്രാവശ്യം പെട്രോൾ ഒഴിച്ചാൽ പറ്റുമെങ്കിൽ ജീവിതകാലം മുഴുവൻ ഓടിയാൽ കൊള്ളാമെന്ന് നല്ല ഇഷ്ടമാണ് ഇവർക്ക്. മെയിൻ്റനൻസ് കോസ്റ്റ് ഏറ്റവും ചെറുതായിരിക്കണം, ഏറ്റവും ചെറിയ കോസ്റ്റ്. ഇവര് ഈ മിഡിൽ ക്ലാസ്സിൽ തന്നെ പെട്ടുകിടക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യും, എന്നിട്ട് വലിയത് കൊണ്ട് കളയും. എന്ന് പറഞ്ഞാൽ ഈ സങ്കല്പിക്കൂ, കാറ് 50,000 കിലോമീറ്ററുള്ള സർവീസ് എന്ന് വിചാരിക്കുക. 50,000 കിലോമീറ്റർ എത്തുമ്പോൾ ഇയാൾ വിചാരിക്കും ഒരു 500 കൂടി അങ്ങ് പോട്ടെ, അത്രയും കൂടി ലാഭം കിട്ടുമല്ലോ എന്ന്. ഏത് 500 കിലോമീറ്റർ കൂടി അല്പം കൂടി ദീർഘമായി പോയി കിട്ടുമല്ലോ എന്ന്. ഈ 500 കിലോമീറ്ററിന് വേണ്ടി ലാഭിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നേരെ ആ സർവീസ് സമയത്തിന് മുമ്പ് അല്ലെങ്കിൽ ആ ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വാഹനം ബ്രേക്ക് ഡൗൺ ആകുന്നു. ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ചെറിയ ചെലവിൽ തീരേണ്ട ഇത് വലിയ എമൗണ്ട് കോസ്റ്റുമായിട്ട് വരും. അത്രയും കാലം സ്വരുക്കൂട്ടികളെല്ലാം കൂടി കളയും, പിന്നെയും കുറേ കൂടി കളയും. ഇതാണ് ഈ ഓഡിറ്റർ തിങ്കേഴ്സിന്റെ പ്രത്യേകത. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ മിക്കപ്പോഴും ഈ മിഡിൽ ക്ലാസ്സിൽ പെട്ട് കിടക്കുന്നു. മൂന്നാമത്തത് കിനസ്തരി തിങ്കേഴ്സ്, ഫീലേഴ്സ്. എന്താ ഫീലേഴ്സിന്റെ പ്രത്യേകത? ഫീലിങ്സിൽ കൂടി കാര്യം ഉൾക്കൊള്ളുക, അതാണല്ലോ പ്രത്യേകത. അപ്പൊ കാറിൽ എങ്ങനെ ഫീൽ ചെയ്യുക? ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കാറിനടുത്തെന്ന് വിചാരിക്കുക, ചുറ്റും നോക്കും, ആരും ശ്രദ്ധിക്കില്ല തോന്നിയാൽ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ ഇങ്ങനെ തലോടി കൊണ്ടുപോകുന്ന കാണാം. കാറ് നോക്കും കൂടിയില്ല, കാറിന്റെ വശത്തേക്ക് നോക്കില്ല, വേറെ എവിടെയോ നോക്കി ഇങ്ങനെ തലോടി പോകുന്ന കാണാം. എന്തേ? അവരുടെ കൈ ഇങ്ങനെ ഓടുന്ന ഓട്ടത്തിലുണ്ടല്ലോ, എന്താണ് അതിന്റെ ഫീലിംഗ്, എന്താണ് അതിന്റെ ആ വടിവ്, എന്താണ് ആ കാറ്, കൃത്യമായി മനസ്സിൽ രജിസ്റ്റർ ചെയ്യും. കാറിനകത്ത് കയറി വിചാരിക്കുക, ആദ്യം തന്നെ ടെസ്റ്റ് ഡ്രൈവ് അല്ല, ഈലേഴ്സ് അല്ലേ. കാറിനകത്തിരുന്ന് സീറ്റിലിരുന്നിട്ട് 2 ജമ്പിങ് ആണ്. ആ കുഷിന്റെ ഫീലിംഗ് ഉണ്ട്, വാ കൊള്ളാം. സ്റ്റിയറിംഗ് വീലില് ബാക്കി എല്ലാവരും വാഹനം ഓടിച്ചു പോവാണ്, ഇയാൾ ഫുൾ പ്രസ് ചെയ്ത് നോക്കുന്നതാണ്. സ്റ്റിയറിംഗ് വീൽ ഞെക്കി നോക്കുക, തലോടി നോക്കുക,
റൂഫ് തൊട്ട് നോക്കുക, കൈ എവിടെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. ഫീലിങ്സിൽ കൂടി തന്നെയേ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇനി ചില ഷോറൂമിലൊക്കെ ചെല്ലുമ്പോൾ എഴുതി വയ്ക്കും ഡോണ്ട് ടച്ച്. സുഹൃത്തുക്കളെ, ഫീലേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സ്, റിസ്ക് എടുക്കുന്ന കസ്റ്റമേഴ്സ്, പൈസ മുടക്കാനുള്ളവർക്ക്, അവർക്ക് തൊട്ടേ പറ്റുള്ളൂ, അല്ലാതെ വാങ്ങില്ല. ഡോണ്ട് ടച്ച് എന്ന് പറഞ്ഞാൽ കച്ചവടം നിന്നു എന്നർത്ഥം, അതിനർത്ഥം കൂടിയുണ്ട്. കിനസ്തെറ്റിക് തിങ്കേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി കരുത്തിന്റെ പര്യായമാണ്, സ്പോർട്ടി മൈൻഡാണ്. ഞാൻ പറഞ്ഞു, ആക്സിലേറ്റർ കൊടുത്താൽ വാഹനം ഏത് ടെറൈനിലും പിടിച്ചു കയറിക്കൊള്ളണം. സുഹൃത്തുക്കളെ, വീണ്ടും ഞാൻ പറയാണ്, ലോകത്തുള്ള എല്ലാ വ്യക്തികളിലും വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് ഇത് മൂന്നുമുണ്ട്. ഒരേ സമയത്ത് ആക്റ്റീവുമാണ്. പക്ഷെ ഒരെണ്ണം ശക്തമായി ഡോമിനേറ്റിംഗ്, മറ്റൊന്ന് അതിന്റെ തൊട്ട് താഴെ, മറ്റൊന്ന് അതിന്റെ തൊട്ട് താഴെ. നിങ്ങളാകുന്ന വ്യക്തിയിൽ ഇതിലെ ക്രമം, ഫസ്റ്റ് ഏത്, സെക്കൻഡ് ഏത്, തേർഡ് ഏത്, അത് കണ്ടെത്തലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന അസൈൻമെന്റ്. അടുത്തൊരു ഉദാഹരണം, കാർ ഷോറൂമിൽ എല്ലാവരും എല്ലാ വർഷവും പോകില്ലല്ലോ. വർഷത്തിൽ ഒരിക്കലെങ്കിലും വസ്ത്രം വാങ്ങാൻ പോകാറില്ലേ? അതുകൊണ്ട് ഞാൻ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ നിങ്ങൾ പോയാൽ ഈ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് ഈ മൂന്ന് പേരുടെയും പെരുമാറ്റ രീതി പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ പല ആംഗിളിൽ നിന്ന് തരുന്നത്. വിഷ്വൽ തിങ്കേഴ്സ്, കാഴ്ചക്കാര്, സങ്കല്പിക്കൂ, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി ചെല്ലുമ്പോൾ വിഷ്വൽ തിങ്കേഴ്സിനെ പോലെ മനോഹരമായ അത്രയും നല്ല കസ്റ്റമേഴ്സ് ഇല്ല. വലിയൊരു ഷോറൂമാണെന്ന് വിചാരിക്കുക, ഒറ്റ പീസ് വസ്ത്രം വാങ്ങേണ്ടുള്ളൂ. ഇയാളിങ്ങനെ കയറി ചെല്ലുമ്പോൾ സെയിൽസിലെ ആളുകൾ ഓരോ വസ്ത്രങ്ങൾ വലിച്ച് പുറത്തേക്ക് ഇടുമ്പോൾ അവർ പറയും നിർത്ത്, എല്ലാം കൂടി വലിച്ചിടില്ലേ, ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് കാണട്ടെ. അവർക്ക് നോക്കണം, അവർക്ക് കാണണം. എന്നിട്ടോ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ റാക്കിൽ നോക്കി ഇങ്ങനെ പോകുന്ന കാണാം. തിരിച്ചു വന്നിട്ട് പറയും ഇതെടുത്തോളൂ, അതെടുത്തോളൂ. 2-3 മാത്രം വലിച്ചെടുക്കുകയും അത് മാത്രം അതിൽ നിന്ന് ഏതൊന്നും പെട്ടെന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യും. എന്താ കാര്യം എന്നറിയോ? ഇവരുടെ വിഷ്വലൈസേഷൻ കപ്പാസിറ്റി ഇവർ പോലും അറിയാതെ ഇവരുടെ മനസ്സിൽ ചിത്രം കൊടുക്കുകയാണ്. എന്തിന്റെ ചിത്രം? റാക്കിലിരിക്കുന്ന ഓരോ വസ്ത്രവും അവർ സ്വയം ധരിച്ചു നോക്കിയതുപോലെ അവർ പോലും ചിന്തിക്കാതെ, കോൺഷ്യസ് എഫേർട്ട് ഇടാതെ ഇവരുടെ മനസ്സിൽ തനിയെ രൂപീകരണം വരുന്നു. സാധാരണ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഇളനീല ഡ്രസ്സ് അത് വാങ്ങി ബ്ലാക്ക് പാൻറ്റിന്റെ കൂടെ ഇട്ടാൽ അതെങ്ങനെ ഉണ്ടാകും എന്നിട്ട് ആലോചിക്കണം. അവർക്ക് ആ ചിത്രം കിട്ടണം. ചിത്രം കിട്ടണമെങ്കിൽ അല്പം കഷ്ടമാണ്. വിഷ്വൽ തിങ്കർ അയാളെ അറിയുന്നില്ല, അതാണ് യാഥാർത്ഥ്യം. അയാൾ കോൺഷ്യസ് ആയി അറിഞ്ഞുകൊണ്ട് അയാളെ അറിയാതെ തനിയെ വിഷ്വൽസ് പെട്ടെന്ന് ഫ്ലാഷ് ചെയ്യും. അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. വിഷ്വൽ തിങ്കേഴ്സിന്റെ പ്രത്യേകത. രണ്ടാമത്തെ ഓഡിറ്ററി തിങ്കേഴ്സ്, കേൾവിക്കാര്. എന്താ കേൾവിക്കാര്? ഓഡിറ്ററി തിങ്കേഴ്സ് എന്ന് പറയുന്നവർ അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ എന്താ കേൾക്കാനുള്ളത്? തുണി വർത്തമാനം പറയോ? ഒച്ചുണ്ടാകും? ഇല്ല. പിന്നെയോ? അവിടെയാണ് അവരുടെ റീതിങ്കിങ് എന്ന ഹാബിറ്റ് വർക്ക് ചെയ്യുന്നത്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ വേസ്റ്റ് കസ്റ്റമേഴ്സ് എന്നാണ് ഈ ഓഡിറ്ററി തിങ്കേഴ്സിനെ വിളിക്കുന്നത്. ഇവരുടെ ടെക്സ്റ്റൈലിൽ കയറിയാൽ അത് കുഴച്ചു മറിച്ച് അതിന്റെ തീരുമാനമാക്കിയിട്ട് പോവുള്ളൂ. ഓഡിറ്ററി തിങ്കേഴ്സ് ഒറ്റ പീസ് വസ്ത്രം വാങ്ങാൻ പോയ ആളെന്ന് വിചാരിക്കുക. വലിയൊരു ഷോറൂമിലാണെങ്കിൽ ഒരു വയസ്സ് തുടങ്ങും, അതും എടുത്തോളൂ, താഴ്ത്തറവിൽ അതും എടുത്തോളൂ, മോളിൽ ഇങ്ങനെ എടുത്തോളൂ. ഒരു 8-10 വലിച്ച് പുറത്തിട്ട് കഴിയുമ്പോൾ സെയിൽസ് ഒരാൾ ചോദിക്കും, സാർ അല്ലെങ്കിൽ മാഡം എത്ര വാങ്ങുന്നുണ്ട്? സുഹൃത്തുക്കളെ, കൂട്ടുന്നുണ്ടല്ലോ, ഒരു നോട്ടാണ്. എന്തേ, തനിക്ക് പറ്റില്ലേ, ഞാൻ വേറെ സ്ഥലത്ത് പോണോ? ദേഷ്യം വന്നിട്ടൊന്നുമല്ല, ഇവർക്ക് കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല എന്നത് മറ്റൊരാൾ അറിയരുത്. അതറിയാതിരിക്കാൻ നല്ല വഴി എന്താ? ഡിഫെൻഡ് ചെയ്യണം. അറ്റാക്കാണ് ഏറ്റവും നല്ല ഡിഫെൻസ്. അതാണ് ഉപയോഗിക്കുക. പെട്ടെന്ന് ഷൂട്ടാവുന്നു. എന്തേ, പറ്റില്ലേ? ആ ചോദ്യം ഇല്ല, നോക്കിക്കോളൂ, എടുത്തോളൂ, ഞാൻ എടുത്തുതരാം. വളരെ കൺഫ്യൂസ്ഡ്. ഒറ്റ വസ്ത്രം എടുക്കാൻ പോയ ആള് പല വസ്ത്രങ്ങളായി വലിച്ചു കൂട്ടി ഒരുമിച്ച് കൊണ്ട് കൂട്ടിയിടും. എന്നിട്ടോ തീരുമാനം എടുക്കുമോ? ഇല്ല. അതിന് വീണ്ടും ഫിൽറ്റർ ചെയ്ത് പിന്നെയും 2-3 വേറെ മാറ്റി വയ്ക്കും. അങ്ങനെ 2-3 മാറ്റി വെച്ചിട്ട് പിന്നെ തീരുമാനം എടുക്കണം. അതിനുവേണ്ടി സ്വന്തം ദേഹത്തിന് വേണമെങ്കിൽ വട്ടം വെച്ച് നോക്കും. കൂടെ വന്ന ആളുണ്ടെങ്കിൽ അയാളുടെ ദേഹത്ത് ഇങ്ങനെ വെച്ച് എടുത്ത് നോക്കും. സെയിൽസ് എക്സിക്യൂട്ടീവിന് അയാളുടെ ദേഹത്ത് വെച്ച് നോക്കും. എന്താ കാര്യം എന്നറിയോ? ഈ തുണി ഈ കളർ കോമ്പിനേഷൻ വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതിന്റെ ചിത്രം കിട്ടാൻ വേണ്ടി പല മാച്ചിങ് കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഫൈനലി ഒരു വസ്ത്രം തീരുമാനിച്ചു. ഇത് കട്ട് ചെയ്തോളാൻ പറഞ്ഞു. സെയിൽസ് എക്സിക്യൂട്ടീവ് കത്രിക വെക്കാനായിട്ട് ഇങ്ങനെ മുറിക്കാൻ നോക്കുമ്പോൾ പറയും, നിർത്ത്, ഇതല്ല വേണ്ടത്, മറ്റേത് മതി. ഏത് അവസാന നിമിഷത്തിൽ ലാസ്റ്റ് മൊമെന്റ് പോലും തീരുമാനം മാറ്റി വരാം.
എത്രയോ സമയം അത്ര നേരം ചെലവഴിച്ചു. അതിനുശേഷം ഫൈനലൈസ് ചെയ്ത സംഭവത്തിനെ തീരുമാനമെടുക്കാൻ അത്ര പെട്ടെന്ന് മനസ്സ് മാറും. ഫിക്കിൾ മൈൻഡഡ് കാറ്റഗറി എന്ന് കൂടി ഇവരെ വിളിക്കുന്നു. മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നവർ. ഏത് കാര്യത്തിൽ? തീരുമാനമെടുക്കുന്ന പ്രോസസ്സാണ് ഇവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം തീരുമാനമെടുക്കാൻ ഏൽപ്പിച്ചോ, ഇല്ല തീരുമാനിച്ചോ. കാര്യം എന്താ? ഇത്രയും ബുദ്ധിമുട്ട് വേറൊന്നുമില്ല എന്ന്. തീരുമാനം എടുക്കുന്ന ആ ഒരു ഡിസിഷൻ മേക്കർ അവർക്ക് വല്ലാതെ പിന്നിൽ നിൽക്കുന്നതാണ് ഈ ഓഡിറ്ററി തിങ്കേഴ്സിന്റെ പ്രത്യേകത. സുഹൃത്തുക്കളെ, ഇവരങ്ങനെ ഒരു വസ്ത്രം വാങ്ങിയെന്ന് വിചാരിക്കുക, ടെക്സ്റ്റൈൽ കൗണ്ടറിൽ പേയ്മെന്റ് നടത്താൻ പോകുമ്പോൾ മനസ്സിൽ പറയും, മണ്ടത്തരം പറ്റിയെന്നാ തോന്നുന്നത്, ഇതിനേക്കാൾ നല്ലത് മറ്റതായിരുന്നില്ലേ? സ്വയം ആലോചിക്കുകയാണ്. പേയ്മെന്റ് നടത്തി വീട്ടിലേക്ക് യാത്രാ മധ്യേ മനസ്സിൽ പലവട്ടം ആവർത്തിക്കും, പറ്റിപ്പോയി, ഇതിനേക്കാൾ നല്ലത് മറ്റതായിരുന്നു, എന്തിനാണ് ഞാൻ ഈ മണ്ടത്തരം ചെയ്തത്, അതങ്ങ് പിടിച്ചു നിന്നാ പോരായിരുന്നോ? ആവർത്തിച്ച് ഇങ്ങനെ സ്വയം അവരെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. വീട്ടിൽ ചെന്നു, വീട്ടിൽ വേണ്ടപ്പെട്ടവർ കാത്തിരിക്കുന്നു, അച്ഛനും അമ്മയും മക്കളും മറ്റാരെങ്കിലും ഉണ്ടാവും. എന്നിട്ട് പറയും, എനിക്ക് മണ്ടത്തരം പറ്റി, ഇതിനേക്കാൾ അടിപൊളി ഒരെണ്ണം കണ്ടതാണ്, അവസാന നിമിഷം ഞാൻ പൊട്ട ബുദ്ധിക്ക് ഇത് മേടിച്ചിട്ട് പോകുന്നത്. ഇനി സത്യം എന്ന് പറയണം, ഇവരെന്താണ് ഇപ്പൊ തിരഞ്ഞെടുത്തത്? ഇത്രയും മനോഹരമായി അത്രയും ക്വാളിറ്റി ഉള്ള വേറൊരു സംഭവം ഷോപ്പിലുണ്ടാവില്ല. കാരണം അത്ര അരിച്ചു പെറുക്കിയാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷെ ഇവരുടെ മനസ്സ് ഒരിക്കലും സമ്മതിക്കില്ലത്. അവരുടെ മനസ്സ് ഇത് അംഗീകരിക്കുകയില്ല. അംഗീകരിക്കുന്ന പരിപാടി ഇതിലില്ല. ഏത്? അവർ എടുത്ത തീരുമാനം ശരിയാണെന്ന് അവരോട് തന്നെ അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ സൈഡാണ് പച്ചപ്പ് തോന്നും, കഷ്ടപ്പെട്ട് അക്കരെ എത്തും, അക്കരെ എവിടെയല്ല തിരിച്ചു പോകണം. മറുവശത്തേക്ക് തീരുമാനമെടുക്കുന്ന കാര്യത്തിലെ ചാഞ്ചാട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് അവരുടെ ഡിമെറിറ്റ് എന്ന് പറയുന്നത്, ഓഡിറ്ററി തിങ്കേഴ്സ്. മൂന്നാമത്തത് കിനസ്തെറ്റിക് തിങ്കേഴ്സ്, ഫീലേഴ്സ്. ഫീലിങ്സിൽ കൂടി എങ്ങനെയാ ടെക്സ്റ്റൈലിൽ ഫീൽ ചെയ്യാൻ പറ്റും? ഇവർ വന്ന് കയറിയ കൈ ഉടനെ പിടിച്ച് തുണി തുടങ്ങും പണി, കിരി ഓരോ തുണിയുടെ കോർണർ പിടിച്ചിട്ട് ഇങ്ങനെ തിരുമ്പാണ്. തുണിയുടെ പ്രത്യേകത, നെയ്ത്തിന്റെ പ്രത്യേകത, നൂലിന്റെ ക്വാളിറ്റി ഒക്കെ അറിയുന്ന ആള് കൈ ഇങ്ങനെ പിടിച്ചു നോക്കി തിരുമ്മിയാലൊക്കെ കാര്യമുണ്ട്. നൂലിനെ കുറിച്ചോ നെയ്ത്തിനെ കുറിച്ചോ യാതൊരു പിടുത്തവും ഉണ്ടാവില്ല. തുണി പിടിച്ചിങ്ങനെ തിരുമ്മലാണ്. ഏതോ തുണിയിൽ പിടിച്ചു, കൊള്ളാം പറഞ്ഞു, ഇത് മതി. സെയിൽസിൽ ആള് പറയും, സാർ ഇത് കാലാവസ്ഥയ്ക്ക് പറ്റിയതല്ലോ, മാറ്റിയെടുത്തോ. ഉടനെ താൻ എന്നെ കളിപ്പിക്കുക, ഞാൻ പരീക്ഷിച്ചു നോക്കിയതാണ്. എന്തൊരു പരീക്ഷണം! അവരെ സംബന്ധിച്ച് ഫീലിങ്സിൽ കൂടി സാറ്റിസ്ഫൈഡ് ആണോ? അതിനെ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയ കാര്യമാണ്. കാരണം മനസ്സുകൊണ്ട് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു, ഇതാണ് സൂട്ടബിൾ. അവർ ഫീലിങ്സാണ്, അവരുടെ ഫീലിങ്സിനെ ഓവർ റൂൾ ചെയ്ത് നമ്മളെ ഒരു ഇൻസ്ട്രക്ഷനോ ഗൈഡ് ലൈനോ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാറില്ല സാധാരണഗതിയിൽ. സുഹൃത്തുക്കളെ, വീണ്ടും ആവർത്തിക്കട്ടെ, ലോകത്തുള്ള എല്ലാ വ്യക്തികളിലും വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് ഈ 3 മോഡും ഉണ്ട്. ഒരേ സമയത്ത് ആക്റ്റീവാണ്. ഒരെണ്ണം ഡോമിനന്റ്, മറ്റൊന്ന് തൊട്ട് താഴെ. ആ ക്രമം ഏത് എന്ന് കണ്ടെത്തണം. നിങ്ങൾ ടെക്സ്റ്റൈലും പോകണ്ട, എവിടെയും പോകാതെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എപ്പോഴും പച്ചയ്ക്ക് സത്യം മാത്രം വിളിച്ചു പറയുന്ന ഒരു ഓർഗൻ നമ്മളുടെ ഫേസിലുണ്ട്, കണ്ണ്. നമ്മളുടെ കണ്ണിന്റെ മൂവ്മെന്റ് വളരെ കൃത്യമായി നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളെ തന്നെ സഹായിക്കുകയാണ് ചെയ്യേണ്ട കാര്യത്തിൽ. എന്താണ് ഐ മൂവ്മെന്റിന്റെ പ്രത്യേകത? സുഹൃത്തുക്കളെ, വിഷ്വൽ തിങ്കേഴ്സ്, ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറി, വേഗതയിൽ ചെയ്യുന്നവർ, എല്ലാ കാര്യം ചെയ്യുന്നവർ. ഇവർ സാധാരണഗതിയിൽ എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും, പഠിച്ചെടുക്കാൻ നോക്കുമ്പോൾ, ഓർത്തു വയ്ക്കാൻ നോക്കുമ്പോൾ, റീകോൾ ചെയ്യാൻ നോക്കുമ്പോൾ, ഭൂരിപക്ഷ സാഹചര്യങ്ങളിലും കണ്ണ് ഒന്നുകിൽ ഇടതുവശത്ത് മുകളിലേക്ക് പോകും, ഫ്ലാഷ് മുകളിലേക്ക്, എന്താണ്, അല്ലെങ്കിൽ വലതുവശത്ത് മുകളിൽ, എന്തായിരുന്നു, മുകളിലേക്ക്. അതാ ബോധപൂർവമല്ല. ഒരു ചോദ്യം ചോദിച്ചു, ഞാനൊരു വിഷ്വൽ തിങ്കറാ വിചാരിക്കുക, എന്നോട് ചോദ്യം വന്നു, ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്ത ഫസ്റ്റ് ആക്ഷൻ എന്തായിരുന്നത്? മുകളിലേക്കാണ് പോവുക. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും 2 അർത്ഥമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. രണ്ടാമത്തെ ഓഡിറ്ററി തിങ്കേഴ്സ്, കേൾവിക്കാര്, ആ മിഡിൽ ക്ലാസ്സിൽ പെട്ടവർ. ഇവർ ഒന്നുകിൽ പാരലായി ദൂരേക്ക് നോക്കും. ഞാൻ ഓഡിറ്ററി തിങ്കറാന്ന് വിചാരിക്കുക, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചു, ഉത്തരം കിട്ടിയില്ല, ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ ദൂരേക്ക് നോക്കി ആലോചിക്കുന്നതാണ്, എന്തായിരുന്നു അത്? അവിടെ എന്നോട് ചോദ്യം ചോദിച്ച ആള് ഞാൻ എന്താണ് നോക്കുന്ന അറിയാൻ ചിലപ്പോൾ അങ്ങോട്ടേക്ക് നോക്കും. കാരണം ഞാൻ വളരെ സൂക്ഷ്മമായി നോക്കുകയാണേ. അങ്ങോട്ട് നോക്കും, അവിടെ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. എങ്കിലും ഇയാൾ നോക്കും, സങ്കല്പിക്കൂ, ഞാൻ ഈ നോക്കുന്ന ദിശയിൽ അവിടെ എന്തൊക്കെയോ നടക്കുന്ന വിചാരിക്കുക, സംഭവ വികാസങ്ങൾ. ഞാനതൊന്നും കാണില്ല. കാരണം ഞാൻ നോക്കുന്ന അവിടുത്തെ ഇൻസിഡന്റ് അല്ല, എൻ്റെ മനസ്സിലെ
ചിന്തയുടെ ഭാഗമായി അറിയാതെ പോവുകയാണ്. ചിലർ പറയും കണ്ണും നട്ട് നിൽക്കുകയാണ്. കണ്ണും നട്ട് നിൽക്കുന്നത് ഇതാണ് പ്രോസസ്സ്. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, ഇത് രണ്ടും. അല്ലെങ്കിൽ സാധാരണ ഓഡിറ്ററി തിങ്കേഴ്സ് എപ്പോഴും ചെയ്യുക, കണ്ണ് മുറുകെ അടയ്ക്കുക, ഇറുക്കി അടയ്ക്കുക എന്നൊക്കെ പറയില്ലേ. ഒരു കാര്യം ഓർത്തെടുക്കാൻ നോക്കുമ്പോൾ, റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാൻ നോക്കുമ്പോൾ, സ്റ്റോർ ചെയ്യാൻ നോക്കുമ്പോൾ ടൈറ്റ് അടിച്ച് അടയ്ക്കും. അങ്ങനെ ഓഡിറ്ററി തിങ്കേഴ്സ്. മൂന്നാമത്തത് കിനസ്തെറ്റിക് തിങ്കേഴ്സ്, ഫീലേഴ്സ്. ഫീലിങ്സിൽ കൂടി കാര്യം മനസ്സിലാക്കുന്നവർ. എന്താ ഫീലിങ്സിൽ കൂടി കാര്യം മനസ്സിലാക്കുന്നവരുടെ ഐ മൂവ്മെന്റ് പ്രത്യേകം അറിയോ? താഴത്തേക്കായിരിക്കും എപ്പോഴും. ഞാൻ കിനസ്തെറ്റിക് തിങ്കറാണ് വിചാരിക്കുക. സാധാരണ സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്, പരീക്ഷയ്ക്ക് തോറ്റു പോകുന്നു, ഒക്കെയാണ്. പക്ഷേ എന്നോട് ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടണമെങ്കിൽ ഞാൻ താഴത്തേക്ക് നോക്കണം. താഴത്തേക്ക് നോക്കിയാൽ എനിക്ക് സംഭവം വരുള്ളൂ. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ അധ്യാപകർ പറയാറുണ്ട്, ഒരാൾ താഴേക്ക് നോക്കി ഉത്തരം പറയുമ്പോൾ, ഡാ നീ എന്താ താഴെ നോക്കുന്നത്, ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ എന്ന്. എന്ത് കള്ള ലക്ഷണം? ഒന്നാമത് പരീക്ഷയ്ക്ക് തോറ്റു പോകുന്ന കിനസ്തെറ്റിക് വിദ്യാർത്ഥി കള്ള ലക്ഷണം എന്ന വാക്കുകൂടി കേൾക്കുമ്പോണ്ടല്ലോ, അത്രയും നേരം ഓർത്തു വന്നത് കൂടി ഇല്ലാതാകും. പിന്നെ കാലാകാലം വട്ടപൂജക്കാരനാകും. സുഹൃത്തുക്കളെ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ മൂന്നും എല്ലാവരിലുമുണ്ട്. ലെഫ്റ്റും റൈറ്റും രണ്ടാന്ന് പറഞ്ഞു, രണ്ടാശയമാണ്. ഒരാൾ ലെഫ്റ്റിലേക്കാണ് ഫ്രീക്വന്റ് ആയി ഐ മൂവ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അയാൾ ലോജിക്കൽ ബ്രെയിൻ ഡോമിനന്റ് ആകുന്നു. ലോജിക്കൽ തിങ്കിങ് നടക്കുന്നു. കോൺഷ്യസ് ആയി നമ്മൾ ബോധപൂർവം ഒരു കാര്യത്തിനെ നമ്മൾ റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ബോധപൂർവം കഠിനമായി ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഫ്രീക്വന്റ് ആയി ഇടതുവശത്തേക്ക് ഐ മൂവ്മെന്റ് പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഒരാൾ വലതുവശത്തേക്കാണ് വർത്തമാനത്തിനിടയിൽ ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രീക്വന്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിനർത്ഥം അയാൾ ക്രിയേറ്റീവ് ബ്രെയിൻ ഡോമിനന്റ് ആകുന്നു. ക്രിയേറ്റീവ് ബ്രെയിൻ ഡോമിനന്റ് ആകുന്നു. മനസ്സിലുള്ള കാര്യങ്ങളെ സാഹചര്യത്തിന് കണക്കാക്കി കോർത്തിണക്കാൻ വേണ്ടി മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ മനസ്സിലില്ലാത്ത കാര്യത്തിനെ ഉണ്ടാക്കി പറയാണ്. അതുമല്ലെങ്കിൽ മനസ്സിലൊരു കാര്യമുണ്ട്, ഇതിനെ പുറത്തു പറയാനേ പാടില്ല, അതുകൊണ്ട് മറച്ചു വെക്കണം, പച്ചക്കള്ളം പറയുകയാണെന്ന് കൂടി അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞ് നാളെ മുതൽ ഒരാൾ നിങ്ങളുടെ സുഹൃത്ത് വർത്തമാനം പറയുമ്പോൾ ഒരാൾ വർത്തമാനത്തിനിടയിൽ വലതുവശത്തേക്ക് നോക്കിയെന്ന് ഡാ നീ കള്ളം പറയാന്ന് പറഞ്ഞ് അടിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല അർത്ഥം. ക്രിയേറ്റീവ് ബ്രെയിൻ ഡോമിനന്റ് ആകുന്നു. നിങ്ങൾ ടി വിയിലൊക്കെ ഇന്റർവ്യൂ കാണാറില്ലേ? ഈ അവതാരകൻ ചോദ്യം ചോദിക്കും, ഇയാളിങ്ങനെ ഉത്തരം പറയുമ്പോൾ ഉത്തരം കിട്ടിയില്ല ചില സമയത്ത്, അല്ലെങ്കിൽ ഉള്ളത് മറച്ചു വെക്കേണ്ടി വരും. നിങ്ങൾ നോക്കിക്കോളൂ, കൃത്യമായി കാണാം വലതുവശത്തേക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ പറന്ന് നടക്കുന്നതും കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തരങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുന്നതും കൃത്യമായത് കാണാൻ പറ്റും നിങ്ങൾക്ക്. സുഹൃത്തുക്കൾ, ഇത് മറ്റാരെയോ പരീക്ഷിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ മൂവ്മെന്റിനെ കുറിച്ച്, നിങ്ങളുടെ ഐ മൂവ്മെന്റിനെ കുറിച്ച് നിങ്ങൾ സീരിയസ് ആയി തീരുമാനം എടുക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയായിരുന്നു നിങ്ങൾ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ, എങ്ങനെയായിരുന്നു നിങ്ങൾ ഇന്ന കാലഘട്ടത്തിൽ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, അതുപോലെ നിൽക്കട്ടെ. നിങ്ങളുടെ ഓർമ്മയിൽ പെട്ടെന്ന് നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ആ വ്യത്യാസം തിരിച്ചറിയാൻ ഒരു ഉദാഹരണം തരാം. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ തന്നെ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുകയാണ്. അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കുട്ടികളെല്ലാം പെട്ടെന്ന് കാര്യം മനസ്സിലായി, നല്ല ടോപ്പറായി അവര്. ഈ അധ്യാപകൻ മാറി കുറച്ചുകൂടി അറിയപ്പെട്ട, നല്ല വിദ്യാഭ്യാസമുള്ള, കൂടുതൽ പഠനമുള്ള ഒരു അധ്യാപകൻ വന്നു. ഇതേ അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ പുതിയ അധ്യാപകൻ വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത്രയും കാലം ടോപ്പറായിരുന്ന കുട്ടികൾ ചിലപ്പോൾ പെട്ടെന്ന് താഴേക്ക് പോകും. വേറെ കുറച്ച് കുട്ടികൾ പെട്ടെന്ന് നല്ല മാർക്ക് വരും. നേരത്തെ ടോപ്പറായിരുന്ന വിദ്യാർത്ഥികൾ പറയും, മാഷ് മാറിയപ്പോൾ എൻ്റെ എല്ലാം പഠിത്തം പോയി, ഒന്നും മനസ്സിലാവുന്നില്ല, മറ്റു മാഷ് മതിയായിരുന്നു, എന്തൊരു അബദ്ധമാണ് പറ്റിയത്, ഇനി എന്താ ചെയ്യുക. സുഹൃത്തുക്കളെ, വിഷ്വൽ അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിഷ്വൽ വിദ്യാർത്ഥി ഉണ്ടെങ്കിലോ പറഞ്ഞു പൂർത്തീകരിക്കേണ്ട, അതിനു മുമ്പ് ഉള്ളിലേക്ക് കയറും. വിഷ്വൽ വളരെ വേഗത്തിൽ പോകുന്ന ഒരു കൂട്ടർ കൂടിയാണ്. വിഷ്വൽ തിങ്കറായ അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ഓഡിറ്ററി തിങ്കറായ വിദ്യാർത്ഥി ക്ലാസ്സിലുണ്ടെങ്കിൽ വിചാരിക്കും, മാഷേ ഇതെങ്ങോട്ടാണ് പോകുന്നത്, റോക്കറ്റ് പോകും പോലെ പോയി, ഞങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ, മനസ്സിൽ പറയാൻ ഈ കുട്ടി. മറുവശമാണ് ഓഡിറ്ററി തിങ്കറായ അധ്യാപകൻ, കേൾവിക്കാരനായ അധ്യാപകൻ പറഞ്ഞതിനെ ഉറക്കെ വീണ്ടും പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. വിഷ്വൽ തിങ്കറായ വിദ്യാർത്ഥി ഇത് ഒരു പ്രാവശ്യം പൂർണ്ണമായി കേൾക്കണ്ട, അതിനു മുമ്പ് ഓർമ്മയിൽ വെക്കുന്ന വിദ്യാർത്ഥി മനസ്സിൽ ചിന്തിക്കും, മാഷേ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ്, നിർത്തിക്കൂടെ, കൊല്ലല്ലേ എന്ന് പറയില്ലായിരിക്കും. ഉള്ളിൽ ചിന്തിക്കുന്ന രീതിയെ കുറിച്ചാണ്.
ഇനസ്റ്റന്റ് തിങ്കറായ വിദ്യാർത്ഥി, എല്ലാ പരീക്ഷയ്ക്കും കൂട്ടുന്ന വിദ്യാർത്ഥി. പുതിയൊരു അധ്യാപകൻ വന്നു, ഇനസ്റ്റന്റ് അധ്യാപകൻ. അപ്പൊ ഇനസ്റ്റന്റ് തിങ്കറായ അധ്യാപകൻ ഉണ്ടാകും. അതെങ്ങനെയാ? സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. പരീക്ഷകൾക്കും വീണ്ടും വീണ്ടും പൊട്ടിയാലും വീണ്ടും വീണ്ടും മാറി പരീക്ഷ എഴുതി വീണ്ടും ജയിച്ച് അങ്ങനെ കോമ്പറ്റീവ് എക്സാമിനേഷൻ പാസ്സായി വരുന്ന അധ്യാപകൻ എന്ന് വിചാരിക്കുക. ഒരു കിനസ്ഥിതി അധ്യാപകൻ വന്നാലുണ്ടല്ലോ, ഏത് പിന്നാക്കം നിൽക്കുന്ന പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥിയും തനിയെ കയറി വന്നിരിക്കും. അത് വേ ഓഫ് തിങ്കിങ്ങുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. സ്കൂൾ കോളേജൊക്കെ കൂടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ നിങ്ങൾ അനുഭവിച്ചതോ ആയ കാര്യത്തെക്കുറിച്ച് പറയാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അച്ഛനും അമ്മയും ഒരു ഓഡിറ്റർ വിചാരിക്കുക. രണ്ടാമത്തെ കാറ്റഗറി ഉറക്കെ വായിച്ച് പഠിച്ച് ഒരു മിഡിൽ ക്ലാസ് ലൈഫ് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന അച്ഛനും അമ്മയും. അവർക്കൊരു ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി വിഷ്വൽ തിങ്കറാണ്. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുട്ടി. സ്കൂളിൽ ചെന്നു, കുട്ടി പഠിച്ചു, സ്കൂളിൽ തിരിച്ചു വന്നു, വീട്ടിൽ തിരിച്ചു വന്നു, ഒന്നും പഠിക്കുന്നില്ല, വായിക്കുന്നില്ല. അച്ഛനമ്മ ചോദിച്ചു, എന്തേത് പഠിക്കുന്നില്ലേ? അല്ല, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. എവിടെ പഠിച്ചു? ഞങ്ങൾ കണ്ടില്ലല്ലോ, ബാഗ് പോലും തുറന്നില്ല, എങ്ങനെ പഠിക്കുക? അതോ ഞാൻ ക്ലാസ്സിൽ കേട്ടപ്പോൾ പഠിച്ചു, എല്ലാം പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ പഠിക്കുമോ? ഞങ്ങളും ഈ പ്രായമൊക്കെ കഴിഞ്ഞില്ല വന്നത്. പലവട്ടം വായിക്കണം, എന്നാലേ പഠിക്കുള്ളൂ. ഒന്ന് വായിച്ചേ. അപ്പൊ കുട്ടിയെ കൊണ്ട് ഒന്ന് വായിപ്പിച്ചു. കുട്ടി വായിച്ചു നിർത്തല്ലേ. ഒരു പ്രാവശ്യം വായിച്ചപ്പോരാ, പലവട്ടം വായിക്കണം, ഉറക്കെ വായിക്കണം. ഇത് ഒറ്റ വായന പോലും വേണ്ടാതെ ഫുള്ളായി മനസ്സിൽ കയറുന്ന വിദ്യാർത്ഥിയെ കൊണ്ട് വീണ്ടും വീണ്ടും വായിച്ചു വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരേ പണി ജയിപ്പിക്കുമ്പോണ്ടല്ലോ, പഠനം എന്നത് ബോറൻ പരിപാടിയായി കുട്ടി അങ്ങ് തീരുമാനിക്കും. നല്ല രീതിയിൽ പഠിക്കാനുള്ള കഴിവ് ഒന്നുമല്ലാത്തവനാക്കി മാറ്റാൻ ഇത്ര മതി, ധാരാളം. അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. പ്രത്യേകത തന്നെയാണ് സുഹൃത്തുക്കളെ. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ റിയൽ ലൈഫ് പഠനം സബ്ജക്റ്റ് വിടുക. റിയൽ ലൈഫിലെ സിറ്റുവേഷൻ. കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടി സുഹൃത്തിനോട് പറയാണ്, അടി, എന്നെ കല്യാണം കഴിക്കാൻ വരുന്നവനുണ്ടല്ലോ, ഒരു സംഭവമാണ്. എന്ത്? ഒരു സംഭവമാണ്. അതെന്താ അങ്ങനെ? ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ മതി. പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് എൻ്റെ മനസ്സിൽ എന്താണെന്ന് കൃത്യമായി ആൾക്ക് മനസ്സിലാകുന്നു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര മാച്ചിങ് ആണ്. ഇത് കല്യാണത്തിന് മുമ്പ്. കല്യാണം കഴിഞ്ഞു, രണ്ടുപേരും ജീവിതമൊക്കെ തുടങ്ങി. 2-3 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതേ പെൺകുട്ടി പഴയ സുഹൃത്തിനെ കാണാണ്. എന്നിട്ട് പറയാണ്, എടീ, എന്നെ കല്യാണം കഴിച്ചോണ്ടല്ലോ മരപ്പൊട്ടനാണോ? എന്ത്? നീയല്ലേ പറഞ്ഞ ഭയങ്കര സംഭവമാണെന്ന്? അങ്ങനെയാ വിചാരിച്ചത്. പക്ഷെ പറ്റിപ്പോയി. എന്താ പറ്റിയത്? ഞാൻ എന്താണോ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ഓരോ കാര്യത്തിൽ പല കാര്യങ്ങൾ ഓരോ കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞ് കേട്ടിരിക്കും, എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കും. എന്താണോ ഞാൻ മനസ്സിൽ വിചാരിച്ചത് അത് ഒരു ബന്ധവുമില്ലാതെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്നോട് ഭയങ്കര വഴക്കാണ്, ചണ്ടയാണ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമാണ്. ഞാനിപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തു വരികയാണ്. പുതിയ കാലത്തിൽ പെട്ടെന്നാണല്ലോ ഇത്തരം പരിപാടികൾ. ഞങ്ങൾ പിരിയാണെന്ന്. കമോൺ സുഹൃത്തുക്കളെ, വേ ഓഫ് തിങ്കിങ് എന്നത് നമ്മളുടെ കുടുംബ ജീവിതത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ സർവ്വ മേഖലയിലും നേരിട്ട് ഇൻഫ്ലുവൻസ്. അയൽവാസിയോട് ഒരു കാര്യം പറഞ്ഞു, ദേ ഞാൻ നാളെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അയൽവാസി ചിന്തിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അയാളെടുത്തത് നിങ്ങളെന്തോ ഭീഷണിപ്പെടുത്തിയതുപോലെ മറ്റെന്തോ ആയിരിക്കും. പിറ്റേ ദിവസം ശണ്ട കൂടുന്നു, അല്ലെങ്കിൽ വഴക്കായി, പ്രശ്നമായി. അത് അയൽവാസിയെന്നോ സ്വന്തം കുടുംബമെന്നോ സുഹൃത്ത് എന്താ പറയാ, നിങ്ങൾക്ക് ഏറ്റവും ശത്രുവായി മാറാനും ഇത് ധാരാളം മതി. ഇത് വേ ഓഫ് തിങ്കിങ് വ്യത്യസ്തമായിരിക്കുന്നവർ തമ്മിൽ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ അതേ സെൻസിൽ ഉൾക്കൊള്ളില്ല. ആ അവബോധം നമുക്കുണ്ടെങ്കിൽ, ആ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, സമൂഹത്തിലെ പല പ്രശ്നങ്ങളും പ്രശ്നമേ അല്ല, പിന്നെ അതൊന്നുമല്ലതെന്ന് നിസ്സാരമായ കാര്യങ്ങളാണത്. റിയൽ ലൈഫിലെ സർവ്വ മേഖലയിലും നേരിട്ട് നമ്മളുടെ വേ ഓഫ് തിങ്കിങ് തന്നെയാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിർണായകമാകുന്നത്. അതിനപ്പുറം ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാം അറിയാമായിരുന്നു, പഠിച്ചിരുന്നു, എല്ലാം അറിയാം, അങ്ങനെ ചെയ്തു, ഒക്കെ അറിയാം, പക്ഷെ സമയത്ത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഈ വേ ഓഫ് തിങ്കിങ് നിങ്ങൾ ഇന്ന് കണ്ടെത്തിയാൽ എല്ലാം ജീവിതകാലം മുഴുവൻ ഒന്നാണോ? വേ ഓഫ് തിങ്കിങ് മാറിയേക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് നിങ്ങൾ മറ്റൊരാൾക്കും പറഞ്ഞു കൊടുക്കരുത്. ഇത് നിങ്ങൾ ചിന്തിക്കുന്ന രീതി, നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് നിങ്ങൾ മറ്റൊരാൾക്കും പറഞ്ഞു കൊടുക്കരുത്. എന്ത് കാര്യം? നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ മനസ്സിന്റെ താക്കോല് കൊടുത്തതുപോലെയാണ്. അവർക്കെല്ലാം നിങ്ങളെക്കുറിച്ച് എസ്റ്റിമേറ്റ് ചെയ്യാനും നിങ്ങളെ കൺട്രോളിലേക്ക്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പറ്റുകയും ചെയ്യും. നെവർ എവർ ഇൻഫോം യുവർ വേ ഓഫ് തിങ്കിങ് ടു സമ്മൺ എൽസ്. അത് നിർബന്ധമായി നിങ്ങൾ പാലിച്ചിരിക്കണം. പക്ഷെ സ്വന്തം കണ്ടെത്തിയേ പറ്റുള്ളൂ. എന്നാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താ ഈ പ്രശ്നം എന്ന് പറയുന്നത്?
അതൊരു പ്രശ്നമല്ല ഒരു കണക്ക് പറഞ്ഞ, പക്ഷെ ഭയങ്കര പ്രശ്നമാണ്. എന്ത്? ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് കണ്ടെത്തുക. ട്രേഡിംഗ് ഇൻഡസ്ട്രി എന്ന് പലരും പറയാറുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ. ഞാൻ അപ്പോൾ മനസ്സിൽ ആലോചിച്ചതാണ്, അതങ്ങ് ചെയ്യാമായിരുന്നു. വൈകുന്നേരമായപ്പോൾ ചെയ്യാൻ പറ്റിയില്ല, മണ്ടത്തരം പറ്റി. എന്ത്? ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കുക തന്നെ ചെയ്യണം. പിന്നെപ്പോഴോ ചെയ്തിട്ട് കാര്യമില്ല. അത് ട്രേഡിംഗ് ഇൻഡസ്ട്രി മാത്രമല്ല, റിയൽ ലൈഫിലെ ഓരോ കാര്യഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ ഉണ്ടാകും. അത് കണ്ടെത്താനുള്ള കൃത്യമായ അസൈൻമെന്റ് ഉണ്ട്, കൃത്യമായ എക്സസൈസ് ഉണ്ട്. അതെല്ലാവരും ചെയ്തേ പറ്റുള്ളൂ. എങ്കിൽ നിങ്ങൾ കണ്ടെത്താൻ പോകുന്ന ശൈലി നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റുമെന്ന്. ട്രേഡിംഗ് ഇൻഡസ്ട്രിയോ ബിസിനസ് അതൊന്നുമല്ല, അടിമുടി മാറ്റുന്ന സംവിധാനം. വേ ഓഫ് തിങ്കിങ് ആക്സിഡന്റലി മാറുന്നതും റുട്ടീനായി മാറുന്ന രണ്ട് ഘട്ടം കൂടി ഉണ്ട് കേട്ടോ. ആക്സിഡന്റലി മാറുന്ന എങ്ങനെയാണ്? നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ചെറുപ്പം മുതൽ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായ, എപ്പോഴും നിങ്ങൾ ഒരുമിച്ച് നടന്നിരുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വേർപാട് പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാക്കി വിചാരിക്കുക. നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് തനിയെ സ്വിച്ച് ചെയ്യപ്പെടും. തലേ ദിവസം വരെ നിങ്ങളുടെ പെരുമാറ്റ രീതി, അത്തരം കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം വേറെ രീതിയിൽ. നമ്മുടെ നാട്ടിലാകുമ്പോൾ ആളുടെ കിളി പോയി, ഒരു കിളി പോയതുമല്ല. വേ ഓഫ് തിങ്കിങ് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പെരുമാറ്റവും സംസാര രീതി, ഇതൊക്കെ സ്വാഭാവികം. 21 days എന്ന് പറയുന്ന ഹാബിറ്റ് ഫോർമേഷൻ ടൈം വെറുതെ വിട്ടാൽ നോർമൽ സാഹചര്യത്തിൽ എത്തുകയും ചെയ്യും. അമിത സന്തോഷവും ഉണ്ടാക്കാം. ഉദാഹരണത്തിൽ സ്കൂളിൽ റാങ്ക് കിട്ടുമെന്ന് വിചാരിച്ച വിദ്യാർത്ഥി, റാങ്ക് കിട്ടിയതോ നാഷണൽ ലെവല്, ആൾക്ക് താങ്ങാൻ പറ്റില്ലാത്ത സന്തോഷം, അമിത സന്തോഷം. തലേ ദിവസം വരെ പഠിപ്പിച്ചായ വിദ്യാർത്ഥി പിറ്റേ ദിവസം ഒന്നും പഠിക്കാത്ത വല്ലാത്തൊരു ജീവിതമാകുന്ന ഒരു തലത്തിലേക്ക് മാറിപ്പോകുന്നു. അത് സ്വിച്ച് ചെയ്യുന്നത് വരെ ആക്സിഡന്റൽ, റുട്ടീനായി വരുന്നത്. ഉദാഹരണത്തിന് ചില ആൾ പറയുന്ന കേൾക്കാറുണ്ട്, പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാനന്ന് ഭയങ്കര സ്മാർട്ട്, ഭയങ്കര സംഭവമായിരുന്നു, ഇപ്പൊ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇങ്ങനെയായിപ്പോയി. റുട്ടീനായി ജോബ് ചെയ്യുന്ന, സ്ഥിരമായ ഒരേ തരം ജോലി, സ്ഥിരമായ രീതി, സ്ഥിരമായ റുട്ടീൻ, എല്ലാം ഒരേപോലെ ഒരു നിശ്ചിത കാലഘട്ടം ചെന്ന് കഴിയുമ്പോൾ അയാളുടെ മുൻപ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ഒക്കെ സ്വിച്ച് ചെയ്ത് വേറൊരു പാറ്റേണിൽ പോയിപ്പെടും. അത് തെറ്റല്ല, അത് ജീവിതത്തിലെ സാഹചര്യമായി അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പലപ്പോഴും പറയാറുണ്ടെതിരെ. സുഹൃത്തുക്കളെ, വീണ്ടും ഞാൻ എടുത്തു പറയാണ്, വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തറി, ഈ മൂന്നും ഒരേ സമയത്ത് എല്ലാവരിലും ആക്റ്റീവാണ്, എല്ലാവരിലും. പക്ഷെ മൂന്നെണ്ണത്തിൽ ഏതോ ഒരെണ്ണം ശക്തമായി ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നു, മറ്റൊന്നും അതിന്റെ താഴെ, മറ്റൊന്നും അതിന്റെ താഴെ. ആ ക്രമം ഏത് എന്ന് കണ്ടെത്തലാണ് നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അസൈൻമെന്റ്. അത് കണ്ടെത്തിയിരിക്കണം സുഹൃത്തുക്കളെ. അത് കണ്ടെത്തിയിട്ടാണ് നിങ്ങൾ റിയൽ ബിസിനസ് എന്ന പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ, നിങ്ങൾ ഏത് മാർക്കറ്റിൽ കടന്നോളൂ, നിങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാവില്ല. നിങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്ക് തീരുമാനം എടുക്കും. അത് വിഷ്വൽ ആവണമെന്നുണ്ടോ, ഓഡിറ്ററി ആവണമെന്നുണ്ടോ, കിനസ്തെറ്റിക് ആവണം, അങ്ങനെയൊന്നുമില്ല. ഈ മൂന്ന് കാറ്റഗറിക്കും അതിൻ്റെതായ മെറിറ്റ് ഉണ്ട്, മൂന്നിനും അതിന്റെ ഡിമെറിറ്റും ഉണ്ട്. ഒന്നിൽ നിന്ന് മറ്റിലേക്ക് സ്വിച്ച് ചെയ്യണോ, അതിന്റെ ആവശ്യമില്ല. പിന്നെന്തിനാ തിരിച്ചറിയുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് കണ്ടെത്താനുള്ള വഴി പറഞ്ഞുതരാം. നിങ്ങൾ ഒരാൾ തിരിച്ചറിയാണ്, ഞാൻ ഓഡിറ്ററി തിങ്കർ ആണെന്ന് തിരിച്ചറിഞ്ഞു വിചാരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഓഡിറ്ററി തിങ്കർ ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ച് വീണ്ടും ചിന്തിച്ച് തീരുമാനം എടുക്കാൻ മടിയുള്ള, അല്ലെങ്കിൽ താമസിച്ചു പോകുന്ന കാറ്റഗറിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നു വിചാരിക്കുക. അടുത്തൊരു ഇൻസിഡന്റിൽ, റിയൽ ലൈഫിലെ തീരുമാനം എടുക്കാൻ നേരത്ത് നിങ്ങളുടെ തീരുമാനം വല്ലാതെ നീണ്ടുപോകുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തനിയെ ട്രിഗർ ചെയ്യും. ഈ സമയം ലാഗ് ചെയ്യുന്നത് നമ്മളുടെ വേ ഓഫ് തിങ്കിങ്ങിന്റെ ഡിമെറിറ്റ് ആണ്. ഓവർകം ചെയ്യുക. ആ ഓവർകം എന്നത് തനിയെ റിഫ്ലെക്സ് ആണത്. പക്ഷെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ റിഫ്ലെക്സ് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ റിഫ്ലെക്സ് ഇല്ല. സുഹൃത്തുക്കളെ, തിരിച്ചറിയൽ നിർബന്ധം. സുഹൃത്തുക്കളെ, ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചു പേർക്ക് ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന വേ ഓഫ് തിങ്കർ ആണ് എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ കുറച്ചു പേർക്ക് ചിന്ത വന്നു കഴിഞ്ഞിട്ടുണ്ടാകും, തീരുമാനത്തിലുണ്ടാകും. സുഹൃത്തുക്കളെ, ചോദ്യം നിങ്ങളോടാണ്. ഈ രീതിയാണ്, ദിസ് ഈസ് മൈ വേ ഓഫ് തിങ്കിങ്, ഇതാണ് എന്റെ വേ ഓഫ് തിങ്കിങ് എന്ന് സ്വയം തീരുമാനത്തിലെത്തിയ, തിരിച്ചറിയാൻ ഇപ്പോഴേ പറ്റിയ കുറച്ചു പേര് കൂട്ടത്തിലുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിവൺ? ഹലോ, ആരുമില്ല. പറയുന്നത് നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ആരോടും പറയരുതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടാകുമെങ്കിൽ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, വീണ്ടും നിങ്ങളത് ഫൈനലൈസ് ചെയ്യരുത്. ഇതാണ്, നിങ്ങൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു,
തീരുമാനമായി കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ അത് കൺക്ലൂഡ് ചെയ്യരുത്, ഫൈനലൈസ് ചെയ്യരുത്. ഫൈനലൈസ് ചെയ്യാൻ 3 ദിവസത്തെ സമയം നിങ്ങൾ എടുക്കണം. അതൊരു അസൈൻമെന്റ് ആണ്. നിങ്ങൾ കുറച്ചു പേർക്ക് ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയുമുണ്ട്, ഞാൻ ഇങ്ങനെയുണ്ട്, ഇപ്പൊ ഏതാണ് ഈ ഒരു ചിന്ത? കൺഫ്യൂസ് ആയി ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന ചിന്ത മനസ്സിൽ വന്ന കുറച്ചു പേര് കൂട്ടത്തിലല്ലേ? ഹലോ, യെസ് ഓർ നോ പ്ലീസ്? അതും ഇതിന്റെ സ്വാഭാവികമായ പ്രോസസ്സാണ്. ആ അവിടെ നിന്നാണ് നമ്മൾ മാറേണ്ടത്. ഈ എല്ലാ കൂട്ടരും പെട്ടെന്ന് തിരിച്ചറിഞ്ഞവർക്കും ഇപ്പോഴും ആ ചിന്ത ഇത് ഏതാണ് എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ശ്രദ്ധിച്ച് ചെയ്യേണ്ട അസൈൻമെന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട റൂള്, ഒരു ദിവസം ഈ അസൈൻമെന്റ് 3 മിനിറ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കരുത്. 3 മിനിറ്റ്. നിങ്ങളുടെ ജീവിതകാലത്തെ ഫുൾ ടൈം ചെലവഴിക്കുക. ഒരു ദിവസം 3 മിനിറ്റിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. പരമാവധി 3 ദിവസം, തുടർച്ചയായി 3 ദിവസം. ഉദാഹരണം, നാളെ നിങ്ങൾ ഈ അസൈൻമെന്റ് ചെയ്തു, മറ്റന്നാൾ മറന്നുപോയി, പിറ്റേ ദിവസം മറന്നുപോയി, അക്കാര്യം പിന്നെ ഓർത്തപ്പോ പിറ്റേ ദിവസം ചെയ്തു. അങ്ങനെയില്ല. തുടർച്ചയായി 3 ദിവസം വളരെ കോൺഷ്യസ് ആയി നിങ്ങൾ 3 മിനിറ്റ് പരമാവധി സമയം ഇതിന് ചെലവഴിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ഒറ്റയ്ക്കുള്ള, മറ്റാരും നിങ്ങളെ ശല്യം ചെയ്യില്ല എന്ന് ഉറപ്പുള്ള, നിങ്ങളുടെ വളരെ പ്രൈവറ്റായ 2-3 മിനിറ്റ് സമയം കണ്ടെത്തണം. എന്നിട്ട് ആലോചിച്ച് തുടങ്ങണം, എന്താണ് എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു? തീരുമാനം എടുക്കാൻ ഭയങ്കര ലാഗിയായിരുന്നു, ചിന്തിച്ച് ഇങ്ങനെ കാട് കയറി പോകുമായിരുന്നു. ഒരു ദിവസം തീരുമാനം എടുക്കും, നാളെ മുതൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യും, ഇതൊക്കെ തീരുമാനിക്കും. കുറച്ച് ദിവസം, 2 ദിവസം, 3 ദിവസം കഴിയുമ്പോൾ അതെല്ലാം മാറി പിന്നെയും പഴയപടിയില്ല. ഇങ്ങനെ പോകുമോ? ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നവർ മാറിക്കൊണ്ടിരിക്കുന്നു, സമയാസമയത്ത് ജമ്പ് ചെയ്യുന്നു. അതുപോലെ എന്താ പറയാ, പെട്ടെന്ന് സ്പീഡിനെ കുറിച്ച്, നിറങ്ങളെ കുറിച്ച്, നിങ്ങൾക്ക് വിഷ്വൽസ് കാര്യങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് താല്പര്യമായിരുന്നത്? ഇങ്ങനെ പല ആംഗിളിൽ നിന്ന് നിങ്ങൾ ഒറ്റയ്ക്കുള്ള സമയത്ത് നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് ഇത് നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഇപ്പൊ എന്താണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കപ്പെടുന്നത്, അത് ഇപ്പോൾ തീരുമാനം എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഞാൻ അങ്ങനെയും ചെയ്തു, ഇങ്ങനെയും ചെയ്തു, ഇങ്ങനെയും ചെയ്തു. ഇതിൽ ഏറ്റവും ഭൂരിപക്ഷ സാഹചര്യങ്ങളിൽ എന്താണ് എൻ്റെ നിർണായക തീരുമാനത്തിന് അടിസ്ഥാനമായി മാറിയത്? എന്തുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചിന്തിക്കണം? വീട്ടുകാരോട് പറഞ്ഞാൽ എന്ത്? വീണ്ടും പറയാം, സുഹൃത്തുക്കളെ, ഈ ലോകത്ത് നിങ്ങളെക്കുറിച്ച് 100% ഫുള്ളായിട്ട് സത്യസന്ധമായി എല്ലാം 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 അറിയുന്ന ലോകത്തെ ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. വേറൊരാൾക്കും നിങ്ങളെക്കുറിച്ച് 100% കൃത്യമായിട്ട് അറിയില്ല. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെക്കുറിച്ച് എല്ലാം അറിയാം, ഞങ്ങൾ തുറന്ന പുസ്തകമാണ്, വീട്ടിൽ ഒന്നും മറച്ചു വെക്കാറില്ല. എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ വൈഫിന്, ഞാനോ എന്നെ പോലെ ശുദ്ധം വേറെ, എൻ്റെ വൈഫിന് എല്ലാ കാര്യങ്ങളും അറിയാം. പലരും വാചാലമാണെന്ന് കേൾക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളോട് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇതിൽ സത്യമുള്ള പറയണം. എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ, ശരിയാണോ തെറ്റാണോ, യെസ് ഓർ നോ പറഞ്ഞാൽ മതി. നിങ്ങളെക്കുറിച്ച് 100% ഒരു കാര്യം പോലും മിസ്സാക്കാതെ എല്ലാ വശത്തു നിന്നും അറിയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. ശരിയാണോ അല്ലയോ? യെസ് ഓർ നോ പ്ലീസ്. ഇതാണ് പച്ചയായ സത്യം, ഇതാണ് യഥാർത്ഥ സത്യം, പച്ചയായ സത്യം അതാണ്. നമ്മൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് വേറെ ആളും വേണമെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ നിങ്ങളെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത്, നിങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ, നിങ്ങളുടെ റിയൽ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഒറ്റയ്ക്കായിരിക്കുക. ഈ അസൈൻമെന്റ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്കായിരിക്കുക. വേറെ ആരോടും ചർച്ച ചെയ്യാനോ ആലോചിക്കാനോ ഒന്നുമില്ല. നിങ്ങൾ 1ാമത്തെ ദിവസം നോക്കിയപ്പോൾ ഞാൻ ഇതാണ് തീരുമാനം എടുക്കരുത്. 2ാമത്തെ ദിവസം നിങ്ങൾ ഇതേ കാര്യം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അതല്ലല്ലോ, ഇതിലേക്ക് മാറിയല്ലോ, ഒരു ചിന്ത പിന്നെയും വരും. 3ാമത്തെ ദിവസം എത്തുമ്പോഴേക്ക് ഈ കമ്പാരിസൺ അത് തനിയെ വരികയും ഒരെണ്ണം ശക്തമായി ഡോമിനേറ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുകയും ചെയ്യും. ബൈ ചാൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. സുഹൃത്തുക്കളെ, ക്ലാസ്സിന് ശേഷം ഞാനും നിങ്ങളും ഓരോരുത്തരിക്കും ക്ലാസ് പൂർത്തീകരിക്കുന്ന ഒരു മാത്രമായിട്ട് വന്നിരിക്കുന്നത്. 6 ദിവസം പിന്നെ പറയാൻ പറ്റിയില്ല, ലാസ്റ്റ് ദിവസം അങ്ങനെയല്ല. ക്ലാസ് ഫുള്ളായിട്ട് കേട്ടവർ, ഫുൾ മനസ്സിലാക്കിയവർ, ഏതെങ്കിലും ദിവസം മിസ്സായത് റിവിഷൻ നടത്തിയവർ, അങ്ങനെ ക്ലാസ് പൂർത്തീകരിച്ച് ഞാനും നിങ്ങളും ഓരോരുത്തരും ഇരിക്കും. ചെറിയ ചെറിയ സംശയങ്ങൾ, വലിയ സംശയങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് ചോദിക്കാനോ അങ്ങനെ വേണ്ട. നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. വേ ഓഫ് തിങ്കിങ് സപ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ എന്നോട് പറയരുത് നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് എന്താണെന്ന്. ഞാൻ ഗൈഡ് ചെയ്യും. ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ മനസ്സിൽ കിട്ടിയാൽ മതി, എന്നോട് പറയേണ്ട ആവശ്യമില്ല.
ലോകത്ത് ആരോടും നിങ്ങളുടെ വേ ഓഫ് തിങ്ക് റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. സ്വന്തം തിരിച്ചറിയലാണ് പ്രധാനപ്പെട്ടത്. സുഹൃത്തുക്കളെ, എൻ്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ്, നമ്മളുടെ രീതികളും കാര്യങ്ങളും സ്വയം തിരിച്ചറിയാൻ പറ്റിയാൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ പറ്റും. 2, നമ്മളുടെ സ്വയം തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലയോ? യെസ് ഓർ നോ പ്ലീസ്. ഹലോ. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. വേറെ ആരും ഇതിന് സഹായിക്കാനില്ല. എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും, അവിടെയും ഒരു ഗൈഡ് ലൈൻസ് തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ 3 ദിവസത്തിനകം സ്വയം കണ്ടെത്താൻ പറ്റുന്നില്ല, നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ഏതാ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളെ ഞാൻ ഗൈഡ് ചെയ്യും. ഈ 3 വേ ഓഫ് തിങ്കിങ്ങിനും എല്ലാവരും എടുക്കുന്ന തീരുമാനം വ്യത്യസ്തമായിരിക്കും. ഒരേ സാഹചര്യത്തിൽ നിങ്ങൾക്ക് 3 മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, മൂവിങ് ആവറേജ്, 14 അതുമായി ബന്ധപ്പെട്ടതും കോമ്പിനേഷനും, ക്ലൗഡ് എന്നതിനെ കുറിച്ച്, ഫ്രീ സ്റ്റൈലിനെ കുറിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് വേറെ ആയിരിക്കും. കുടുംബനാഥൻ പറയാണ്, നിങ്ങൾ എല്ലാവരും നാളെ മുതൽ ഇച്ചിമോക്ക് ഫോളോ ചെയ്തോളൂ, ഞാനത് കൃത്യമായി പരീക്ഷിച്ചു, നല്ല കൃത്യമാണ്. സുഹൃത്തുക്കളെ, കുടുംബനാഥ നിങ്ങൾക്ക് മാത്രമേ അത് ഫിറ്റ് ആവുള്ളൂ. കുടുംബത്തിലെ മറ്റൊരാൾക്ക് ഇത് ഫിറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവരുടെ മനസ്സിണങ്ങണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലുള്ള കച്ചവട രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണോ, ആദ്യം നമ്മൾ ചിന്തിക്കുന്ന രീതിയെ ഇതൊക്കെ നിയന്ത്രിക്കുന്ന നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ മനസ്സിന്റെ പ്രവർത്തന രീതി, അതിലെ പോരായ്മയുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മെറിറ്റ് എന്ത്, ഇത്തരം കാര്യം തിരിച്ചറിയുമ്പോഴാണ് ശരിയായ തീരുമാനം എടുക്കാൻ പറ്റുക എന്നതാണ്. സുഹൃത്തുക്കളെ, ഇതിന് കോംപ്ലക്സിറ്റി ഒന്നുമില്ല, നിസ്സാര കാര്യമാണ്. നിങ്ങൾ 2-3 മിനിറ്റ് ഒറ്റയ്ക്കുള്ള സമയം കണ്ടെത്തണം, അവിടെ ചിന്തിക്കണം. 3-ാമത്തെ ദിവസം, നാളെ, മറ്റന്നാൾ, ബുധനാഴ്ച ക്ലാസ്സും കഴിയും. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾ കണ്ടെത്താൻ പറ്റിയില്ലയോ, ഞാൻ നിങ്ങളെ കൂടെ ഇരുന്ന് ഗൈഡ് തരികയും ചെയ്യും. ഇതാണ് എൻ്റെ പ്രത്യേകത. സുഹൃത്തുക്കളെ, ഇന്നത്തെ സെഷൻ അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഒരു ബിസിനസ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്തില്ലെങ്കിലും റിയൽ ലൈഫിൽ ഇനി എടുക്കാൻ പോകുന്ന ഓരോ ഡിസിഷനും വളരെ നിർണായകമാകുമെന്നതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസോടുകൂടി സെഷനെ പരിഗണിച്ച് റിയൽ ലൈഫിലേക്ക്, തീരുമാനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, സുഹൃത്തുക്കളെ, 7-ാമത്തെ സെഷനാണല്ലോ. 7-ാമത്തെ സെഷൻ എത്തിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്. ട്രെയിനിങ്ങിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം തരാം എന്നാണ്. നിങ്ങളുടെ ഈ പ്രോഗ്രാമിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഇൻഫോർമാറ്റീവായ, കണ്ടന്റ് ഉള്ള, നിങ്ങൾക്ക് ഗുണപ്രദമായ ഒരു ട്രെയിനിങ് ആയി നിങ്ങൾക്കെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ? ഹലോ. വളരെ ഗുണപ്രദമാണ്. ഓക്കെ, ഗുഡ്. സുഹൃത്തുക്കളെ, ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാം. ഈ ഗുണപ്രദമായ കാര്യം കേൾക്കുമ്പോഴല്ല ഗുണപ്രദമാകുക. ഗുണപ്രദമായ കാര്യം ഗുണപ്രദമാകണമെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്യണം. അതാണ് എൻ്റെ പോയിന്റ്. ആ ഗുണപ്രദമായ കാര്യം പ്രാക്ടിക്കൽ ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾക്ക് വരുന്ന 3 ദിവസം 2-3 മിനിറ്റ് പ്ലീസ് സമയം ചെലവഴിക്കണം. അതിനത്ര പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നല്ല ഇപ്പോൾ ഈ പറയുന്ന മാറ്റം. റിയൽ ലൈഫിൽ നിങ്ങളെ അടിമുടി മാറുമ്പോഴാണ് ഇങ്ങനെയും മാറിക്കഴിയാൻ പറ്റുമെന്ന് തിരിച്ചറിയുക. അതിന് സമയം ചെലവഴിക്കുന്ന ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മാർക്കറ്റ് ഡിസ്കഷൻ പ്രോഗ്രാം ഉണ്ട്. 6:30 എല്ലാ ദിവസവും ഒരേ ലിങ്കാണ്. ഇന്ന് ഫുൾ ഡേ റിവിഷൻ നടന്ന അതേ ലിങ്ക് നാളെ നിങ്ങൾക്ക് റിവിഷൻ സെഷന്റെ ലിങ്ക് അയച്ചു തരാം, മാർക്കറ്റ് ഡിസ്കഷൻ ലിങ്ക് അയച്ചു തരും. സമയം സമ്മതിക്കുമെങ്കിൽ എല്ലാ ദിവസവും പങ്കെടുത്തു പോവുക. 6:30 10 മിനിറ്റ് വരെ പരമാവധി ഉണ്ടാവുള്ളൂ. അതെല്ലാവരും പങ്കെടുത്തു പോകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 1 മണിക്കൂറോളം സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇതേ സെഷന്റെ റിവിഷൻ നാളെ രാവിലെ 11:30 വൈകുന്നേരം 4 മണിക്കും ഉണ്ടാകും. അതുകൂടാതെ ഇന്ന് വരെയുള്ള എല്ലാ സെഷന്റെ റിവിഷൻ, 7 സെഷന്റെ റിവിഷൻ രാവിലെ 9 മണിക്ക് തുടങ്ങും. അപ്പോൾ സമയം സാഹചര്യം ഉള്ളവർ രാവിലെ 9 മണി മുതലുള്ള ഫുൾ സെഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും മിസ്സായ ഭാഗമൊക്കെ റിവിഷൻ പങ്കെടുത്തു പോകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഫ്രീ സ്റ്റൈൽ കച്ചവടം നാളെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രീ സ്റ്റൈൽ പ്രകാരമുള്ള കച്ചവടം നാളെ ഒരെണ്ണം നടത്തണം. ഒരു ദിവസം 5 മിനിറ്റ് മാത്രമേ ചെലവഴിക്കുള്ളൂ എന്ന് ദിവസവും നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വേണം റിയൽ ലൈഫിലെ റിയൽ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഒഫീഷ്യലി നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ. ഏവർക്കും ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ റീകൺഫർമേഷൻ ഓഫ് ദ ട്രേഡ്, 100% ഉറപ്പുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെ. ഒപ്പം
അതിന് മുന്നോടിയായി ഈ ലാഭം ഉണ്ടാകുന്നതിന് കണക്ക്, എങ്ങനെ ഇത് ലാഭം വരുന്നത് എന്നൊരു കണക്കുണ്ടാവുമല്ലോ. അതെന്താണ് ഇതിന്റെ പിറകിലുള്ള കണക്ക്? ലാഭം ഉണ്ടാകാൻ വേണ്ടി പിറകിൽ നടക്കുന്ന കാൽക്കുലേഷൻ. നഷ്ടമാണെങ്കിൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുമ്പോൾ നഷ്ടം വരുന്ന എങ്ങനെയെന്ന കാൽക്കുലേഷൻ. അതുകൂടാതെ റൂൾസ് ഓഫ് ദ ട്രേഡ്, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ, ഒരു കാരണവശാലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത നിയമങ്ങൾ. ഒരു വസ്തുവിന്റെ വില മുകളിലേക്ക് പോയാൽ എവിടം വരെ പോയേക്കും? അതങ്ങനെ അനന്തമായി പോകുകയാണോ? അതെങ്ങനെ കണ്ടെത്തും? അത് സ്റ്റോക്സിലാണെങ്കിലും കമ്മോഡിറ്റിയും ക്രിപ്റ്റോ എന്ത് മാർക്കറ്റിൽ പോയാലും സമയാസമയത്ത് ഇത് മുൻകൂട്ടി കണ്ടെത്തുന്ന ശൈലി ഉണ്ട്. ഇതൊക്കെ ഭംഗിയായി ഇന്ന് മനസ്സിലാക്കുക എന്നാണ് ഇന്നത്തെ ടോപ്പിക്ക്. മൾട്ടിപ്പിൾ ടോപ്പിക്സ് ആണ് ഇന്ന് വരുന്നത്, പക്ഷേ വളരെ സിസ്റ്റമാറ്റിക്കായി നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് സെഷൻ കടന്നു പോകുക. സുഹൃത്തുക്കളെ, ആദ്യം ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേഷൻ എന്ന ടോപ്പിക്കാണ്. ലാഭവും നഷ്ടവും കണക്കുകൂട്ടുന്ന എങ്ങനെ. ഈ കണക്ക് എല്ലാവർക്കും ആവശ്യം വരില്ല. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? സ്പെസിഫിക് കാരണമുണ്ട്. ചില വ്യക്തികൾക്ക് കണക്ക് കിട്ടിയാൽ മൊത്തം കൺഫ്യൂഷനാണ്. എന്നാൽ മറ്റു കുറച്ചു പേർക്ക് കണക്ക് കിട്ടിയില്ലെങ്കിലോ ഒന്നും ഉൾക്കൊള്ളാനും പറ്റില്ല. ഓരോ കാര്യങ്ങളും നടക്കുന്നതിന്റെ പിറകിലുള്ള കണക്ക് തിരിച്ചറിയാതെ ഒരു കാരണവശാലും മുൻപോട്ട് പോകാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നവരും, എന്നാൽ ഒരുപാട് കണക്കുകൾ വരുമ്പോൾ കൺഫ്യൂഷൻ വരുന്നവരുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ പ്രസന്റേഷൻ തരാൻ പോകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേഷൻ എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഞാൻ എൻഡ് ഓഫ് ദ സെഷൻ അയച്ചു തരും. അതിൽ ചോദ്യോത്തരങ്ങൾ ഞാൻ പോരുന്നില്ല, കാരണം ചോദ്യോത്തരങ്ങളുടെ സെഷനിൽ പോലും ഈ ചോദ്യം എടുക്കുന്നില്ല. കേട്ടു നിൽക്കുന്നവർക്കും ചിലർക്ക് കൺഫ്യൂഷൻ വരും. ഈ ട്രേഡിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഗോൾഡിന്റെ ഉദാഹരണമാണല്ലോ ക്ലാസ്സിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു ബാഗ് ഗോൾഡ് എന്ന് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടാണെന്ന് പറഞ്ഞു. അത് എഴുതിയിട്ടുണ്ട്. ഒരു ലോട്ട് ഗോൾഡ് എന്ന് പറഞ്ഞാൽ 100 ട്രോയ് ഔൺസ്. 100 പീസസ് അല്ല, 100 ട്രോയ് ഔൺസ്. അതാണ് ശരിയായ വാക്ക്. ഒരു ട്രോയ് ഔൺസ് എന്ന് പറഞ്ഞാൽ 31.1 ഗ്രാം. അതും മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 3.1 കിലോഗ്രാം. നമ്മൾ 1 എന്ന് വോളിയത്തിൽ തിരഞ്ഞെടുക്കുന്നില്ലേ? ആ 1 എന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അത് 3.1 കിലോഗ്രാം ആണ്. 2 തിരഞ്ഞെടുത്താലോ 6.2 കിലോഗ്രാം ആണ്. എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്? അതാണ് ഈ പേജിൽ തന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അടുത്തത് പിപ്പ് എന്നും സ്പ്രെഡ് എന്നുള്ള 2 വാക്കുകൾ പരിചയപ്പെടുക. കാരണം ഭാവിയിൽ നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കി കച്ചവടത്തിലേക്കൊക്കെ പോകുമ്പോൾ, റിയൽ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ പല സ്ഥലത്തും പിപ്പ് എന്നും സ്പ്രെഡ് എന്നൊക്കെ വാക്കുകൾ കേൾക്കും. ഇതെന്താണിത്? ട്രെയിനിങ് പങ്കെടുത്തിട്ട് മനസ്സിലായില്ലല്ലോ. ഓർത്തു വെക്കാൻ വേണ്ടി ഒന്നല്ല, റെഫറൻസ് പർപ്പസിനാണ്. പിപ്പിന്റെ ഫുൾ ഫോം പ്രൈസ് ഇൻഡെക്സ് പോയിന്റ്സ് എന്നാണ്. പ്രൈസ് ഇൻഡെക്സ് പോയിന്റ്സ്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വില, എപ്പോഴും ഒരു പ്രൊഡക്റ്റിന് നേരെ 2 വില കാണാറുണ്ടല്ലോ. ബിഡ് പ്രൈസ് എന്നും ആസ്ക് പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ്. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നോക്കൂ. 1862.00 രണ്ടാമത് കൊടുത്തിരിക്കുന്ന 1862.50 തമ്മിലൊരു വ്യത്യാസമില്ലേ? 62.00 62.50 തമ്മിലൊരു വ്യത്യാസമുണ്ട്. എപ്പോഴും നിങ്ങൾ 2 വില കാണുകയും ഇടതുവശത്തും വലതുവശത്തുള്ള വില തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതിനെ സ്പ്രെഡ് എന്ന് വിളിക്കുന്നു. തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഉദാഹരണത്തിൽ ഈ ബിഡ് എന്നും ആസ്ക് എന്ന് മാത്രമല്ല വിളിക്കുക. ചില സ്ഥലങ്ങളിൽ ബേസ് പ്രൈസ് എന്നും കോഡ് പ്രൈസ് എന്നും എഴുതും. ഇടതുവശത്തും വലതുവശത്തുള്ള വിലയെ ഒന്നിനെ ബേസ് പ്രൈസ് എന്നും മറ്റൊന്നിനെ കോഡ് പ്രൈസ് എന്നും വിളിക്കും. അത് ഞാൻ അയച്ചു തരും കേട്ടോ. അയച്ചു തരാതെ പോകുന്ന കാര്യമല്ല, ബട്ട് സ്റ്റിൽ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്നത് മാത്രം. തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. 62.00 62.50 തമ്മിലുള്ള വ്യത്യാസത്തിനെ ഗോൾഡിന്റെ കാര്യത്തിൽ ഇതിനെ പറയും 5 പിപ്പിന്റെ സ്പ്രെഡ് ആണെന്ന്. 5 പിപ്സിന്റെ സ്പ്രെഡ്, പ്രൈസ് ഇൻഡെക്സ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ. 62.00 ഇവിടെ 62.10 ആണെങ്കിൽ പറയും 1 പിപ്പിന്റെ സ്പ്രെഡ് എന്ന്. ഇവിടെ 1 പകരം 2 വന്നാൽ പറയും 62.00 62.20 തമ്മിലുള്ള വ്യത്യാസം 2 പിപ്പിന്റെ സ്പ്രെഡ് എന്ന്. ഇവിടെ 3 വന്നതെങ്കിലോ 1862.00 1862.30 തമ്മിലുള്ള വ്യത്യാസം 3 പിപ്സിന്റെ സ്പ്രെഡ് എന്നാണ്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഉദാഹരണത്തിന് 1862 1863 വിചാരിക്കുക. 62 മാതിരി 63, അപ്പൊ അതിനെ 10 പിപ്സിന്റെ സ്പ്രെഡ് എന്ന് വിളിക്കും. അപ്പൊ ഗോൾഡില് $1 വ്യത്യാസത്തിനെ 10 പിപ്സിന്റെ സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ 10 പിപ്സിന്റെ മൂവ്മെന്റ് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് രാവിലെ ഗോൾഡ് വാങ്ങുമ്പോൾ 1862
വൈകുന്നേരം ആയപ്പോൾ $1872, $10 മാറി എന്ന് വിചാരിക്കുക. $10 മാറുമ്പോൾ അതിനെ 100 പിപ്സിന്റെ ലാഭം കിട്ടിയെന്ന് പറയും. 100 പിപ്സിൻ്റെത്. അപ്പൊ പിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ഉദാഹരണം തന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഇനി നോക്കൂ, ഈ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ 5 എന്നതായതുകൊണ്ട് 50 സെൻസ്, 50 സെന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? രൂപയുടെ ചെറിയ യൂണിറ്റ് പൈസയല്ലേ? ഒരു രൂപയിൽ 100 പൈസ ഉണ്ടെന്ന് പറയാം, 50 പൈസ, 25 പൈസ, അങ്ങനെയൊക്കെ. അതേപോലെ ഡോളറിന്റെ ചെറിയ യൂണിറ്റ് ആണ് സെന്റ് എന്നത്. അപ്പോൾ ഈ കാണുന്ന വ്യത്യാസം 62.00 62.50 തമ്മിലുള്ള വ്യത്യാസത്തിനെ 50 സെൻസ് എന്ന് പറയുന്നു. 50 പൈസ എന്ന് പോലെ 50 സെൻസ്. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ലാഭനഷ്ടവും കണക്ക് കൂട്ടുന്നൊരു കണക്ക് വരുന്ന ഇവിടെയാണ്. നോക്കൂ, രാവിലെ 1862 വില എന്ന് വിചാരിക്കുക ഗോൾഡിന്. വൈകുന്നേരം 1872. രാവിലെ നിങ്ങൾ ഗോൾഡ് വാങ്ങിയപ്പോൾ $1862 വില. വിൽക്കാൻ ചെന്നപ്പോൾ $1872 വില. തമ്മിലുള്ള വ്യത്യാസം $10. $62ഉം $72 തമ്മിലുള്ള വ്യത്യാസം $10. $10 മൂവ്മെന്റ് നമുക്ക് ലാഭമായി കിട്ടിയാൽ 10 × ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 100 പീസസ്. ഇപ്പൊ 100 × 10 എന്ന് പറഞ്ഞാൽ $1000. ഒരവസരം ലാഭകരമായി ഒരവസരം കിട്ടിയാൽ ആ ലാഭത്തിൽ $10 ലാഭമേ നമ്മൾ എടുക്കേണ്ടത് ആവശ്യമുള്ളൂ വിചാരിക്കുക. $1000 ലാഭമാണ്. ഗോൾഡില് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പരീക്ഷിച്ചപ്പോൾ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ കണ്ടു, ചുരുങ്ങിയത് $30, $40, $25 ഒരു ദിവസം മൂവ് ചെയ്യുന്നുണ്ട്. 25 വേണ്ടെന്നേ, വെറും $10 മൂവ്മെന്റ് നമ്മൾ പോക്കറ്റിലേക്ക് ക്യാഷ് ചെയ്താൽ മതി. ഉറപ്പുള്ള ദിവസങ്ങൾ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്നവർക്ക് $1000. ഇതുപോലെ എല്ലാ ദിവസവും എടുക്കൊന്നും വേണ്ട. മാസത്തിൽ 3 അവസരം, ഒരുപാട് വേണ്ടെന്ന്. 3 അവസരം മാസത്തിൽ എടുത്താൽ $3000. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ $3000 നമുക്ക് ലാഭം കിട്ടിയാൽ സുഹൃത്തുക്കളെ ചെറിയ പൈസയാണ് അത്. $3000 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഏകദേശം 2.5 ലക്ഷം രൂപ. നിങ്ങളുടെ മുഖ്യമായ വരുമാന മാർഗം, നിങ്ങളുടെ മുഖ്യമായ ജോലി, തൊഴിൽ മേഖല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ ഈ പറഞ്ഞ ലാഭം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഈ പറഞ്ഞ വരുമാനം കിട്ടുന്നുണ്ടോ? എത്ര സമയം ചെലവഴിച്ചിട്ട്? ഞാൻ വീണ്ടും പറയുന്നു, 5 മിനിറ്റിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ ഇത് പൈസ ഉണ്ടാക്കുകയല്ല ചെയ്യുക, പൈസ നഷ്ടപ്പെടുകയുള്ളൂ. 5 മിനിറ്റിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ നിങ്ങൾ എത്ര വിദഗ്ധനായിട്ടും കാര്യമില്ല, പൈസ പോകുമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഗോൾഡിന്റെ കാര്യമാണ് തൊട്ടു മുമ്പ് ഉദാഹരണം പറഞ്ഞതെങ്കിൽ മറ്റു പ്രൊഡക്റ്റ് വരുമ്പോഴും ഇതേപോലെ തന്നെയാണോ? ചെറിയ മാറ്റമുണ്ട്. 1 ലോട്ട് യൂറോ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം യൂറോ എന്നാണ്. എങ്ങനെ? 1 ലോട്ട് യൂറോ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം യൂറോ എന്ന് പറഞ്ഞാൽ, ഒരു ബാഗ് യൂറോ എന്ന് പറഞ്ഞാൽ ആ ബാഗിനകത്ത് 1 ലക്ഷം യൂറോസ് ഉണ്ടെന്ന്. കറൻസികളൊക്കെ അങ്ങനെയാ. 1 ലോട്ട് ബ്രിട്ടീഷ് പൗണ്ട് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ബ്രിട്ടീഷ് പൗണ്ട്. 1 ലക്ഷം ജാപ്പനീസ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ജാപ്പനീസ്. ലോട്ട് എന്ന് പറഞ്ഞാൽ 1 ലക്ഷമാണെന്ന്. അതുകൊണ്ട് കണക്ക് കൂട്ടാനോ എളുപ്പമാണ്. എന്തെങ്കിലും കണക്ക് നോക്കൂ. യൂറോയുടെ കാര്യത്തിൽ രാവിലെ നമ്മൾ 2 പ്രൈസുകളെ കമ്പയർ ചെയ്യാണ്. രാവിലെ ഉദാഹരണത്തിന് 1 ലോട്ട് യൂറോ എന്ന് പറഞ്ഞ 1 ലക്ഷമാണ്. 1 ലക്ഷം യൂറോ ഇൻറ്റു 1 യൂറോയുടെ വില, ശ്രദ്ധിക്കണേ, 1 യൂറോയുടെ വില $1.1100. 1 യൂറോ വാങ്ങണമെങ്കിൽ നമ്മൾ എത്ര ഡോളർ കൊടുക്കണം? 1 യൂറോ വാങ്ങണമെങ്കിൽ $1.1100 കൊടുക്കണമെന്നാണെങ്കിൽ 1 ലക്ഷം യൂറോയോ വാങ്ങാൻ വേണ്ടി $1,11,000 കൊടുക്കേണ്ടി വരും. $1,11,000 കൊടുത്താലാണ് 1 ലക്ഷം യൂറോ കിട്ടുള്ളൂ എന്ന്. അതാണ് ഈ പറഞ്ഞ കണക്കില് പ്രൈസ് ഇൻഡെക്സ് പോയിന്റ്, പിപ്പ് എന്ന് പറയുന്നത് യൂറോയിൽ എങ്ങനെയാണ് കണക്ക്? 1.1100 എന്നത് വില മാറി 1.1101 എന്നതിലേക്ക് വില മാറിയാൽ തമ്മിലുള്ള വ്യത്യാസം 0.0001. 1.1101 എന്ന വിലയിലേക്ക് മാറണം. ഏതിൽ നിന്ന്? $1.1100. അപ്പോ വ്യത്യാസം 0.0001. അതിനാണ് ഒരു പിപ്പ് എന്ന് പറയുക. 4th ഡെസിമൽ പോയിന്റിൽ ഒരു പോയിന്റ് മാറുന്നതിനെയാണ് ഒരു പിപ്പ് എന്ന് വിളിക്കുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ ലാഭവും നഷ്ടവും എങ്ങനെ വരിക എന്ന് കണക്കൂട്ടി നോക്കൂ. പ്രൈസ് ഓഫ് യൂറോ കണക്കൂട്ടുക. രാവിലെ പ്രൈസ് ഓഫ് യൂറോ, 1 യൂറോ വാങ്ങണമെങ്കിൽ $1.1100 കൊടുക്കണമെന്നായിരുന്നു രാവിലത്തെ വില.
വൈകുന്നേരമായപ്പോഴേക്ക് ഒരു യൂറോ വാങ്ങണമെങ്കിൽ 1.1200 ഡോളറാണ് വില. എന്ന് പറഞ്ഞാൽ രാവിലെ നിങ്ങൾ 1.1100 ഡോളറിന് യൂറോ വാങ്ങിയെങ്കിൽ വൈകുന്നേരം നിങ്ങൾ വിൽക്കാൻ ചെന്നപ്പോൾ അത് വിറ്റപ്പോൾ നിങ്ങൾക്ക് 1.1200 കിട്ടിയെങ്കിൽ അതുകൊണ്ടുള്ള വ്യത്യാസം $0.0100, 0.0100 നോക്കൂ. പോയിന്റിന് ശേഷം പൂജ്യത്തിന് വിലയില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ? $0.01 എന്ന് പറഞ്ഞാൽ 1 സെന്റ് എന്നാണ്. നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തമായി കച്ചവടം ചെയ്തിട്ട് $1 പോലും ലാഭം കിട്ടുന്നില്ല. 1 സെന്റ് ലാഭമെന്ന്. $1 എന്ന് പറഞ്ഞാൽ 85 രൂപയാണെങ്കിൽ 1 സെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 85 പൈസ കിട്ടുമെന്ന്. ഇത് ഒരു ദിവസം മൊത്തം കച്ചവടം ചെയ്തിട്ട് 85 പൈസ കിട്ടിയാൽ സുഹൃത്തുക്കൾ, ഞാനോ നിങ്ങളോ ആര് തന്നെയാണെങ്കിലും ഒരു ദിവസത്തിലെ കച്ചവടത്തിൽ വെറും 85 പൈസ കിട്ടിയ ലാഭം ഉണ്ടാക്കുമോ? അത് സന്തോഷവന്മാരാക്കുമോ? ഹലോ, ആരുല്ലേ? ഹാപ്പിയാണോ അല്ലയോ എന്ന്? 85 പൈസ ഹാപ്പി അല്ല സുഹൃത്തുക്കളെ. 85 പൈസ എന്ന് പറയുന്ന ഈ പറഞ്ഞ മൂവ്മെന്റ് കിട്ടിയാലുണ്ടല്ലോ, നിലവിൽ കച്ചവടം ചെയ്യുന്ന കസ്റ്റമേഴ്സ് എടുത്തു ചാടും, തുള്ളിച്ചാടും, ആഘോഷം കൊണ്ട്. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം എന്താ? ഞാൻ ഈ പറഞ്ഞ കണക്ക് 1 യൂറോയിലാണ്, ഒരേ 1 യൂറോയില്. പക്ഷെ കച്ചവടം ചെയ്യുന്നത് എത്രയാ? 1 യൂറോ അല്ല, ഒരു ലോട്ടാണ്, ഒരു ബാഗ് നിറയാണ്. ഒരു ബാഗ് എന്ന് പറഞ്ഞ എത്രയാ? 1,00,000. അപ്പൊ 1,00,000 ഇൻറ്റു $0.01 എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ $1000 ലാഭം. ഒരു ദിവസത്തെ ലാഭം, ഒറ്റ കച്ചവടത്തിലെ ലാഭം $1000. ഏറ്റവും ചുരുങ്ങിയത് ഒരു ലോട്ട് കച്ചവടം ചെയ്ത് കിട്ടുന്ന ലാഭം. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഏത് ദിവസത്തിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ദിവസം പോലും എല്ലാ ദിവസവും കച്ചവടം ചെയ്യണം, എല്ലാ ദിവസവും ലാഭം ഉണ്ടാക്കണം എന്നല്ല. ഒരു മാസത്തിൽ ഉറപ്പുള്ള ദിവസങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. അടുത്ത സെന്റൻസ് അതാണ്. അടുത്ത ടോപ്പിക് പഠിപ്പിക്കാൻ വന്നു. എങ്ങനെ 100% ഉറപ്പുള്ള അവസരം കണ്ടെത്താം? ഇത് സാധ്യതകളല്ല സുഹൃത്തുക്കളെ. ഒരു സാധ്യതയ്ക്ക് നമ്മൾ കച്ചവടം ചെയ്യില്ല. സാധ്യതകൾ പൊക്കോട്ടെ, നമ്മളുടെ വിഷയമല്ല. ഉറപ്പുള്ളതിനെ കളയരുത്. ഉറപ്പുള്ളതിനെ കളയാതിരിക്കാൻ എന്ത് ചെയ്യണം? 5 മിനിറ്റിലേക്ക് നിങ്ങളെ ചുരുക്കണം. 5 മിനിറ്റിൽ പോയോ സാധ്യതകളൊക്കെ നിങ്ങൾ തേടി പിടിക്കും. ഉള്ള സാധ്യതകളൊക്കെ കണ്ടെത്തുകയും ഉള്ള കയ്യിലെ പൈസ പോവുകയും ചെയ്യും. ഉറപ്പുള്ളതിനെ മാത്രം തെരഞ്ഞു പിടിക്കുക. 5 മിനിറ്റ് സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു മാസത്തിൽ 3 അവസരങ്ങൾ, $3000 തുല്യമായ വരുമാനം ധാരാളം മതിയെന്ന് സുഹൃത്തുക്കളെ. ഈ കണക്ക് മനസ്സിലാക്കുന്നതോടൊപ്പം തുല്യ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ തിരിച്ചറിഞ്ഞു പോകേണ്ടതാണ്. എങ്ങനെയാണ് 100% ഉറപ്പുള്ള അവസരങ്ങൾ കണ്ടെത്തുക? അതില്ലാതെ കച്ചവടം എന്ന മേഖലയിലേക്ക് ഇറങ്ങാനേ പാടില്ല. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് പോകുന്നത് 100% ഉറപ്പുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെ, അതിലേക്കാണ്. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് പ്രസന്റ് ചെയ്തോട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊരു റൂള് പഠിപ്പിച്ചിരുന്നു. മൂവിങ് ആവറേജ് എന്നതിന്റെ മുകളിൽ കടന്നാൽ ട്രെൻഡ് അപ്പ്, മൂവിങ് ആവറേജിന്റെ താഴെ കടന്നാൽ ട്രെൻഡ് ഡൗൺ. ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. അത് 14ഉം 21ഉം ഉണ്ടെങ്കിൽ അതൊരു ക്രോസ് കോമ്പിനേഷനും പറഞ്ഞു തന്നു. ഒറ്റ റൂളിനെ വെച്ചുകൊണ്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഞാൻ തിയറി പഠിപ്പിച്ചത് കുറച്ച് ദിവസം മുൻപാണ്. തിയററ്റിക്കലി ഞാൻ പറഞ്ഞു തന്നത് ഡേ 1 ഒന്നാമത്തെ ദിവസം. ഇന്ന് നമ്മൾ 6ാമത്തെ ദിവസമാണ്. 5 ദിവസം മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു നിയമം. ആ ചുവന്ന വരയുടെ മുകളിൽ കടന്നാൽ ട്രെൻഡ് അപ്പാണ്, വില മുകളിലേക്ക് പൊക്കോളുന്നു. അന്ന് തിയറി മാത്രമായിരുന്നു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വാങ്ങിക്കൊണ്ട് കച്ചവടം തുടങ്ങിയവർ, ഇതിന്റെ മുകളിൽ കടന്നിട്ട് വാങ്ങിയവർ കൃത്യമായി വില മുകളിലേക്ക് പോയപ്പോൾ ഇപ്പോഴും ഇത് മുകളിൽ തീർക്കുമ്പോൾ ലാഭത്തിലാണ്. ആ റൂള് സൂചനയാണിത്. ഉറപ്പാണോ? അല്ല. ഇക്കണ്ടത് ഉറപ്പല്ലെന്ന്. ഉറപ്പുള്ളത് കണ്ടു. സുഹൃത്തുക്കളെ, ആദ്യം ഞാൻ ഇച്ചിമൂക്കോ അല്ലെങ്കിൽ ക്ലൗഡ് എന്ന ടൂളിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രസന്റ് ചെയ്തു പോകുന്നത്. അതിനുശേഷമാണ് മറ്റ് മൂവിങ് ആവറേജിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ക്ലൗഡ് ആദ്യം സെറ്റ് ചെയ്യാം. സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. ഞാൻ ഒന്ന് സെറ്റ്.
നിങ്ങൾക്കൊക്കെ എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിയമം പഠിപ്പിച്ചത് വളരെ സിമ്പിളായിട്ടാണ് ക്ലൗഡിനെ അടിസ്ഥാനമാക്കി പറഞ്ഞത്. സ്ക്രീനിൽ മൂവിങ് ആവറേജ് ഉണ്ട്, അവിടെ നിന്നോട്ടെ. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ക്യാൻഡിൽസ് കാണാം ക്ലൗഡിൻ്റെ താഴെ. അതിനുശേഷം ക്യാൻഡിൽ ക്ലൗഡിൻ്റെ മുകളിൽ കടന്നു. എപ്പോഴാണോ ക്യാൻഡിൽ ക്ലൗഡിൻ്റെ മുകളിൽ കിടക്കുന്നത്, ട്രെൻഡ് അപ്പാണ്, വില മുകളിലേക്ക് പോകുമെന്ന് ഇതാണ് പറഞ്ഞത്, നിയമം പറഞ്ഞത്. ഇത് സാധ്യതകളാണ്, പോസിബിലിറ്റീസ്. ഇങ്ങനെ മുകളിലേക്ക് പോയേക്കും, പോകുമെന്ന് ഉറപ്പായില്ല. അപ്പൊ നമ്മൾ പോകുമെന്ന് സാധ്യതയുള്ളതിനെ കണ്ടെത്തിയിട്ട് കച്ചവടം ചെയ്യണോ, അത് മുകളിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ളതിനെ മാത്രം കച്ചവടം ചെയ്യണോ? ഹലോ, ആരുല്ലേ? ഉറപ്പുള്ളതിന് മാത്രം ഉള്ളതിനെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിനുള്ള ക്ഷമ കാണിക്കണം. അതിനൊരു നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു പ്രവർത്തന, മണിക്കൂർ പ്രകാരം ഒരു പുതിയ ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിൽ പ്രകാരം ക്ലൗഡിന്റെ താഴത്തേക്കോ ഏതോ ദിശയിലേക്ക് പുതിയൊരു ക്യാൻഡിൽ തുറക്കുമ്പോൾ മാത്രമാണ് കച്ചവടം എടുക്കുള്ളൂ. അങ്ങനെ മുകളിലേക്ക് തുടങ്ങിയ ക്യാൻഡിലോ താഴത്തേക്ക് തുടങ്ങിയ ക്യാൻഡിലോ അതിന്റെ നിറം ചുവപ്പാണോ പച്ചയാണോ നോക്കി തീരുമാനം എടുക്കില്ല. കാരണം നമ്മളെ ലൈവ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും, സമയാസമയത്തിന് നിറം മാറിക്കൊണ്ടിരിക്കും. ഒരു ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിൽ കടന്നാൽ ട്രെൻഡ് അപ്പാണെന്നാണെങ്കിൽ മണിക്കൂർ ബേസുള്ള ക്യാൻഡിലാണ് ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത്. ഇത് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഉടനെ H4 4 മണിക്കൂർ എന്ന ക്യാൻഡിൽ ക്ലിക്ക് ചെയ്യണം. 4 മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലൗഡിന്റെ മുകളിലാണെങ്കിൽ അപ്പൊ നമ്മൾ രണ്ടാമത്തെ കൺഫർമേഷൻ ആണ് ട്രെൻഡ് അപ്പാണെന്ന്. അങ്ങനെ മണിക്കൂർ പ്രകാരവും 4 മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിലും ക്ലൗഡിന്റെ മുകളിലാണെങ്കിൽ ഉടനെ നമ്മൾ ചെയ്യുന്നത് 30 മിനിറ്റ് ക്യാൻഡിൽ പോയി ക്ലിക്ക് ചെയ്യണം. 30 മിനിറ്റ് ക്യാൻഡിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോഴും ക്ലൗഡിന്റെ മുകളിലാണെങ്കിൽ മൂന്നാമത്തെ കൺഫർമേഷൻ ആണ് 30 മിനിറ്റ് ക്യാൻഡിൽ കേട്ടോ. ഉടനെ 30 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയപ്പോഴും ക്ലൗഡ് മുകളിലേക്ക് ആണെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലിക്ക് ചെയ്യണം. 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുമ്പോഴും ക്ലൗഡിന്റെ മുകളിലേക്കാണെങ്കിൽ 100% ഉറപ്പെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. ആ സമയക്രമം കുറിക്കണം. ഇത് അതേ ക്രമത്തിലേ നോക്കാവുള്ളൂ. എപ്പോഴും നമ്മളുടെ സ്ക്രീനിൽ മണിക്കൂർ ബേസുള്ള ക്യാൻഡിലേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് ഒന്നാമത്തെ നിയമം. മൂവിങ് ആവറേജ് ആണെങ്കിലും ക്ലൗഡ് ആണെങ്കിലും ഒരേ നിയമം. എപ്പോഴും നമ്മൾ ഏത് കാലഘട്ടത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി ഇനീഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മണിക്കൂർ ബേസുള്ള ക്യാൻഡിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, വേറൊന്നും ഉണ്ടാകരുത്. അങ്ങനെ മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിൽ നോക്കിയപ്പോൾ ക്ലൗഡിന്റെ മുകളിലോ ക്ലൗഡിന്റെ താഴെയോ എവിടെയോ ആണെങ്കിലേ കച്ചവടം എടുക്കുള്ളൂ. ഫ്രഷ് ന്യൂ ക്യാൻഡിൽ. ഏത് നേരത്തെ എവിടെയോ മുകളിലേക്ക് പോയത് ഇത് കാണുമ്പോൾ ഇപ്പോൾ തീരുമാനം എടുക്കില്ല. ക്ലൗഡിൽ നിന്ന് ഒന്നുകിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴത്തേക്ക് ഫ്രഷ് ന്യൂ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ മാത്രം തീരുമാനം എടുക്കുന്നു. അങ്ങനെ ക്ലൗഡിന്റെ മുകളിലോ ക്ലൗഡിന്റെ താഴെയോ പുതിയ ക്യാൻഡിൽ തുറന്നു എന്ന് വിചാരിക്കുക, അതിനടിസ്ഥാനമാക്കി തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എന്ത്? അതാണ് ഉറപ്പിക്കുക എന്ന പ്രോസസ്സിലെ അതാണ് തീരുമാനം. എന്ത്? ഉടനെ H1 എന്നതിൽ നിന്ന് മാറി H4 4 മണിക്കൂർ കുറിക്കണം കേട്ടോ സുഹൃത്തുക്കളെ. 4 മണിക്കൂർ ക്യാൻഡിൽ മാത്രമേ നോക്കാവുള്ളൂ. 4 മണിക്കൂർ പ്രകാരം ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിലാണെങ്കിൽ ഉടനെ 30 മിനിറ്റ് ക്യാൻഡിൽ, 30 മിനിറ്റിലും ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിലാണ്. എപ്പോൾ? ആ ഫ്രഷ് ക്യാൻഡിൽ മണിക്കൂർ ബേസ് തുറന്ന സമയത്ത് അതേ സെക്കൻഡിൽ, പിന്നെയല്ല ആ സെക്കൻഡിൽ ക്ലൗഡിന്റെ മുകളിലാണ്. 30 മിനിറ്റ് എങ്കിൽ ഉടനെ 15 മിനിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. 15 മിനിറ്റ് ക്ലിക്ക് ചെയ്തപ്പോഴും ക്ലൗഡിന്റെ മുകളിലാണെങ്കിൽ 100% ഉറപ്പെന്ന്. എത്ര സമയം എടുക്കും? അത് എപ്പോഴും നോക്കുക. സമയം ഞാൻ വരുന്നുണ്ട്, സ്പെസിഫിക് ആയ സമയം. ഇത്ര പുതിയ ക്യാൻഡിൽ തുടങ്ങി, കണ്ടു, ഫ്രഷ് ആണ്, മുകളിൽ തുടങ്ങി, ട്രെൻഡ് അപ്പാണ്, ഉറപ്പിച്ചു. ഉടനെ H4 M30 M15 ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. ഇത്രേ സമയം എടുക്കുള്ളൂ. നോക്കി ആലോചിച്ച് കണ്ടുപിടിക്കാണ്ടോ? ഇല്ല, ഒറ്റ നോട്ടത്തിൽ കാണും. എന്ത്? ശാസ്ത്രീയമായി ഒന്നും കണ്ടുപിടിക്കാനില്ലെന്ന്. ക്ലൗഡിന്റെ മുകളിലാണോ താഴെയാണോ ഇത്രയേ ഉള്ളൂ. അതൊരു നോട്ടത്തിൽ കാണില്ലേ? ചില ആള് ഞാൻ നോക്കി കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കാൻ എന്താ അവിടെ ഉള്ളത്? ഒന്നും കണ്ടുപിടിക്കാനില്ലെന്നേ. അവിടെ നോക്കിയാൽ കാണും. പിന്നെ എന്താ അവിടെ കണ്ടുപിടിക്കാൻ? മുകളിലാണോ താഴെയാണോ ഇത്രേ തീരുമാനമുള്ളൂ. റൂൾ ഇതാണ്. വീണ്ടും H1 എന്നത് മാത്രമേ എല്ലാ സമയത്തും നോക്കാൻ പാടുള്ളൂ. തമാശയ്ക്ക് പോലും M15 M5 H1 ഇതൊന്നും ഇടയ്ക്കിടയ്ക്ക് പോയി ക്ലിക്ക് ചെയ്യരുത്. ഒരേ ഒരു കണ്ടീഷനിൽ മാത്രമേ മറ്റ് ടൈം ഫ്രെയിം ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിലോ താഴെയോ കടന്നു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ അത് ഫുൾ ടൈം നോക്കണ്ട, 5 മിനിറ്റ് മതി. കണ്ടാൽ ഉടനെ ഉറപ്പെന്ന് കൺഫേം ചെയ്യാൻ H4 M30 M15 ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. ഇത്രേ പരിപാടിയുള്ളൂ. വൈസ് വേഴ്സ. ഒരു മണിക്കൂർ ക്യാൻഡിൽ ക്ലൗഡിന്റെ താഴെ കടന്നാൽ ട്രെൻഡ് ഡൗൺ ആണ്. അത് ഉറപ്പിക്കാൻ വേണ്ടി H4 ആദ്യം, പിന്നെ M30 M15 എല്ലാം താഴത്തേക്കാണെങ്കിൽ അവിടെ 100% ഉറപ്പ്.
100% എന്ന് സംശയമല്ല, സാധ്യതകളല്ല, 100% ഉറപ്പ്. ഇതാണ് അതിന്റെ പോസിബിലിറ്റി. അത് തന്നെയാണ് അതിന്റെ കൃത്യമായ നടപടിക്രമം നമ്മൾ നടത്തി പോകേണ്ടതും. വളരെ സിസ്റ്റമാറ്റിക്കായി ഫോളോ ചെയ്യണം സുഹൃത്തുക്കളെ. ഒരു തരത്തിലും നിങ്ങൾ അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി ശ്രദ്ധിക്കുക, 100% അല്ലാത്ത അവസരമുണ്ട്. അതെന്താണത്? മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിലാന്ന് വിചാരിക്കുക. ഉടനെ H4 ക്ലിക്ക് ചെയ്തു. 4 മണിക്കൂർ ക്ലിക്ക് ചെയ്തപ്പോൾ ക്ലൗഡിന്റെ താഴെയാന്ന് വിചാരിക്കുക, ഓപ്പോസിറ്റ് ദിശയിൽ. ക്ലൗഡിന്റെ മുകളിൽ ആദ്യത്തെ ക്യാൻഡിൽ ആവണം. ഫസ്റ്റ് ക്യാൻഡിൽ ഏത് മണിക്കൂർ ബേസ് ഉള്ളതിൽ. പക്ഷെ 4 മണിക്കൂറിൽ ഫസ്റ്റ് ആവണമെന്നുണ്ടോ? ഇല്ല. 4 മണിക്കൂർ ക്യാൻഡിൽ ചിലപ്പോൾ 5-മത്തോ 6-മത്തോ മുകളിലായിരിക്കാം. 15 മിനിറ്റിന്റെയും 30-ന്റെയും ക്യാൻഡിൽ ക്ലൗഡിൽ നിന്ന് ഫ്രഷായി ആദ്യമായി തുറന്നാവണമെന്നില്ല. മണിക്കൂർ ബേസ് ഉള്ള ക്യാൻഡിൽ ക്ലൗഡിൽ നിന്ന് മുകളിലേക്കോ താഴത്തേക്കോ ഫ്രഷ് തുറക്കുന്നത് കണ്ടാൽ ചെയ്യേണ്ട റീകൺഫർമേഷൻ. അപ്പൊ താഴെയാണ് കടന്നതെങ്കിൽ H4 ക്ലിക്ക് ചെയ്തു, M30 ക്ലിക്ക് ചെയ്തു, M15 ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ടൈം ഫ്രെയിം ഓപ്പോസിറ്റ്. അത് H1 താഴെ, H1 മണിക്കൂർ ബേസ് ഉള്ളത് താഴെ, H4 ക്ലിക്ക് ചെയ്തപ്പോൾ മുകളിലാന്ന് വിചാരിക്കുക, ഓപ്പോസിറ്റായി. M30യും M15ഉം താഴെ. ഇപ്പൊ 3 എണ്ണം താഴത്തേക്ക്, 1 എണ്ണം മുകളിലേക്ക്. 75% ഉറപ്പെന്ന് പറയും. സാധാരണ 1 ലോട്ട് കച്ചവടം ചെയ്യുന്നവർ 1-ൽ നിന്ന് വെട്ടിച്ചുരുക്കി 0.1 ലോട്ടിലേക്ക് കൊടുക്കാം, 10%. സാധാരണ 10 ലോട്ട് കച്ചവടം ചെയ്യുന്നവർ 10-ന് പകരം 1 ലോട്ടിലേക്ക് കച്ചവടത്തിന്റെ ക്വാണ്ടിറ്റി വെട്ടിച്ചുരുക്കണം. കാരണം എന്താ? ഉറപ്പില്ല. 75% ഉറപ്പെന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥമുണ്ട്. ആ അർത്ഥമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എന്താണെന്നറിയോ? 25% റിസ്ക് ഉറപ്പാണെന്നും. അങ്ങനെയില്ല അർത്ഥം. 75% ഉറപ്പെന്ന് പറഞ്ഞാൽ ബാക്കി 25 എവിടെ പോയി? ന്യൂട്രലാണോ? അല്ല. 25% നഷ്ടം ഉറപ്പെന്നുമുണ്ട്. അപ്പൊ നമ്മളത് വെക്കണം. അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ പൈസ, അതിലാദ്യത്തിലേക്ക് പോകണ്ട. നിങ്ങൾ തുടക്കഘട്ടത്തിൽ റിയൽ ബിസിനസ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ ക്യാപിറ്റൽ നിശ്ചിതമായ വളർച്ച ഉണ്ടാക്കിയതിന് ശേഷം ഇത്തരം അവസരങ്ങൾ എടുക്കാം. അത് സെക്കൻഡറി ഭാഗമാണ്. പ്രൈമറി ഭാഗത്ത് ഒരിക്കലും ചെയ്യരുത് സുഹൃത്തുക്കളെ. അടുത്തത് മൂന്നാമത്തെ സിനാരിയോ ഒരിക്കലും കച്ചവടം ചെയ്യാൻ പാടില്ല കേട്ടോ. എന്താ അറിയോ? H1 എന്നത് ക്ലൗഡിന്റെ മുകളിൽ, H4 നോക്കിയപ്പോഴും ക്ലൗഡിന്റെ മുകളിൽ. 2 എണ്ണം മുകളിൽ, 2 എണ്ണം താഴത്തേക്ക് കാണിക്കുന്നു. 50-50 എന്ന്. ടോസിനും പോലെയാണ്. നമ്മളിങ്ങനെ ഗ്യാമ്പിളിംഗ് എന്ന് പറയുന്നതിന്. നെവർ എവർ സംഭവിക്കുകയേ ചെയ്യരുത്. നിങ്ങളുടെ ഭാഗത്ത് ആ തീരുമാനം ഉണ്ടാവരുത്. നാലാമത്തെ സിനാരിയോ അതും നെവർ ട്രേഡ് ആണ്. എന്ത്? H1 മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിലോ താഴെയോ ഫ്രഷായി തുടങ്ങി, മണിക്കൂർ പ്രകാരം. ബാക്കി 3 ടൈം ഫ്രെയിമും ഈ മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിൽ ഏത് ക്ലൗഡിന്റെ താഴെയാണോ മുകളിലാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ എതിർവശത്ത്. അങ്ങനെയെങ്കിൽ നെവർ ട്രേഡ്. 2 സാഹചര്യത്തിൽ ട്രേഡ് ഉള്ളൂ. അതിൽ തുടക്കഘട്ടത്തിൽ ഒരേ ഒരു സാഹചര്യം. എന്താണത്? മണിക്കൂർ പ്രകാരവും 4 മണിക്കൂർ പ്രകാരവും 30 മിനിറ്റ് പ്രകാരവും 15 മിനിറ്റ് പ്രകാരവും ക്ലൗഡിന്റെ മുകളിലോ ക്ലൗഡിന്റെ താഴെയോ ഉണ്ടാകണം. വെൻ ഫസ്റ്റ് ക്യാൻഡിൽ മണിക്കൂർ ബേസിൽ ക്ലൗഡിന്റെ മുകളിലോ താഴത്തേക്കോ പുറത്തിറങ്ങിയ സമയത്ത് എങ്കിൽ മാത്രം കച്ചവടം. എല്ലാ ദിവസവും അവസരം കിട്ടില്ല. ഇങ്ങനെ കൃത്യമായി കണിശമായി നമ്മൾ പാലിച്ചു പോകുമ്പോൾ മാസത്തിൽ 3 അവസരമേ കിട്ടുള്ളൂ എന്ന്. ഒരു ദിവസം 5 മിനിറ്റേ പരമാവധി ചെലവഴിക്കേണ്ടുള്ളൂ. നിങ്ങൾ അധ്വാനിക്കുന്ന, ഇപ്പോൾ നിങ്ങളുടെ മുഖ്യ വരുമാനത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്ന എന്താണോ അതിന്റെ സമയമായി കമ്പയർ ചെയ്താൽ വളരെ മിനിമൽ. അത് കൃത്യമായി പാലിച്ചു പോകണം. മൂവിങ് ആവറേജിലേക്ക് വരുമ്പോൾ ഇതേ റൂള് തന്നെയാണ്. ചെറിയൊരു മാറ്റം. ഇത് ക്ലൗഡിന് വ്യത്യസ്തമായി വരുന്ന ഒരേ ഒരു മാറ്റം ശ്രദ്ധിക്കുക. മൂവിങ് ആവറേജിൽ ടൈം ഫ്രെയിമിൽ മാറ്റം വരും. H1 എന്നതിൽ മൂവിങ് ആവറേജ് 14 എന്ന ഈ ലൈനിന്റെ മുകളിൽ പുതിയൊരു ക്യാൻഡിൽ തുറന്നു എന്ന് വിചാരിക്കും. H1 മണിക്കൂർ പ്രകാരം ഒരു പുതിയ ക്യാൻഡിൽ ക്ലൗഡിന്റെ മൂവിങ് ആവറേജ് എന്ന ലൈനിന്റെ മുകളിൽ തുറന്നപ്പോൾ ഉടനെ ക്ലിക്ക് ചെയ്യേണ്ടത് 30 മിനിറ്റ്. 30 മിനിറ്റ് നോക്കിയപ്പോഴും മൂവിങ് ആവറേജ് 14ന്റെ മുകളിലാണെങ്കിൽ ഉടനെ ചെയ്യേണ്ടത് 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സ് പ്രകാരവും മൂവിങ് ആവറേജ് 14ന്റെ മുകളിലാണെങ്കിൽ ഉടനെ ചെയ്യേണ്ടത് 5 മിനിറ്റ്സ്. ഏത്? 5 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെ. അങ്ങനെ 5 മിനിറ്റ് നോക്കുമ്പോഴും ക്ലൗഡിന്റെ മുകളിലാണ് എങ്കിൽ, മൂവിങ് ആവറേജിന്റെ മുകളിലാണ് എങ്കിൽ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് വന്ന് തീരുമാനമെടുക്കുന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. H1 എന്നതിലാണ് മൂവിങ് ആവറേജ് അടിസ്ഥാനമാക്കി തീരുമാനം. H1 പ്രകാരം മൂവിങ് ആവറേജ് 14ന്റെ മുകളിലേക്ക് ഒരു പുതിയ ക്യാൻഡിൽ തുറന്നപ്പോൾ ട്രെൻഡ് അപ്പാണെന്ന് തിരിച്ചറിഞ്ഞു. സൂചനയാണത്, ഉറപ്പല്ല.
ഉറപ്പാക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യേണ്ടത് H4 ഇല്ല ഇതില്. മൂവിങ് ആവറേജിൽ H4 ഇല്ല. പകരം M30 പോയി ക്ലിക്ക് ചെയ്യുന്നു, M15 പോയി ക്ലിക്ക് ചെയ്യുന്നു, M5 പോയി ക്ലിക്ക് ചെയ്യുന്നു. ആ ക്രമത്തിൽ അങ്ങനെ എല്ലാ ടൈം ഫ്രെയിമിലും H1 പ്രകാരം പുതിയ ക്യാൻഡിൽ തുടങ്ങിയ സെക്കൻഡിൽ അപ്സൈഡ് ആണെങ്കിൽ 100% ഉറപ്പെന്ന് ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ചിന്തിക്കാനേ ഇല്ല, അവിടെ കച്ചവടം നടത്തിക്കൊള്ളുക. രണ്ടാമത്തെ സിനാരിയോ, H1 പ്രകാരം മൂവിങ് ആവറേജിന്റെ മുകളിൽ M30 നോക്കിയപ്പോൾ താഴെയാണെന്ന് വിചാരിക്കുക. ഉടനെ M15 നോക്കിയപ്പോൾ മുകളിലാണ്, M5 നോക്കിയപ്പോൾ മുകളിലാണ്. അപ്പൊ 3 മുകളിലേക്ക് H1ന്റെ കൂടെ, ഒരു ടൈം ഫ്രെയിം താഴെ. 75% കൺഫർമേഷൻ. സാധാരണ 1 ലോട്ട് കച്ചവടം ചെയ്യുന്നവർ 1 പകരം 0.1, സാധാരണ 10 ലോട്ട് കച്ചവടം ചെയ്യുന്നവർ 10 പകരം 1 ലോട്ടിലേക്ക് ചുരുക്കണം. പിന്നുള്ള സിനാരിയോ, 2 ടൈം ഫ്രെയിം മൂവിങ് ആവറേജിന്റെ മുകളിൽ, 2 ടൈം ഫ്രെയിം മൂവിങ് ആവറേജിന്റെ താഴെ, നെവർ ട്രേഡ്. ഒരിക്കലും വേണ്ടെന്ന് കച്ചവടം. നാലാമതൊരു സിനാരിയോ ഉണ്ട്, H1 മാത്രം ഒന്നുകിൽ മുകളിൽ അല്ലെങ്കിൽ താഴെ, ബാക്കി 3 H1 നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിൽ, അപ്പോഴും നെവർ ട്രേഡ്. ഇത്രയുള്ളൂ കാര്യം. വീണ്ടും ഞാൻ പറയാം സുഹൃത്തുക്കളെ, എപ്പോഴും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കണമെന്നും എപ്പോഴും അവസരം കണ്ടെത്തണമെന്നും അല്ല ഈ ക്ലാസ്സിലെ ലക്ഷ്യം. കണ്ടിന്യൂസ് ട്രേഡിങ്ങിലേക്ക് നിങ്ങളെ തള്ളിവിടുക എന്നത് ഇതിലെ ലക്ഷ്യമേ അല്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് എത്ര സമ്പന്നനാണെങ്കിലും കാലം കഴിയുമ്പോഴേക്ക് ദരിദ്രത്തിലേക്ക് പോകും. അതല്ല, ഉറപ്പുള്ള അവസരം, ക്ഷമയോടെ ഇരിക്കുക. ആ പരിപാടി ഉണ്ടോ, കൺസ്ട്രക്റ്റീവായി നിങ്ങൾ വളർത്തിയെടുക്കും. ഇതാണ് തമ്മിലുള്ള മാറ്റം. അത് കൃത്യമായി തിരിച്ചറിഞ്ഞു പോവുക. സുഹൃത്തുക്കളെ, ഇത് മാത്രം അങ്ങനെ തുടങ്ങല്ല, ഇതിന് നിയമം വേണം. നിങ്ങൾക്ക് വ്യക്തിപരമായി ഫോളോ ചെയ്യാൻ നിയമം വേണം. ആദ്യം ഈ റൂൾസ് പറയുമ്പോൾ ഇതയച്ചു തരുന്ന നോട്ട്സാണിന്ന്. എഴുതി വെച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇംപോസിബിൾ, നടക്കാത്ത കാര്യമാണ് ഇത്, എല്ലാ റൂൾസും ഫോളോ ചെയ്യുന്നത്. പിന്നെയോ, ഇതിനകത്തുള്ള എല്ലാ റൂൾസും ഫോളോ ചെയ്യാൻ പറ്റില്ലെന്ന്. പിന്നെ എന്താ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഉചിതമായ റൂൾസ് മാത്രം. അതേതാണത്? ഏതാ നിങ്ങൾക്ക് ഉചിതമായ റൂൾസ്? നിങ്ങൾക്ക് വ്യക്തിപരമായി ഇണങ്ങുന്ന റൂളുകളുണ്ട്, അത് കണ്ടെത്തണം. അത് കണ്ടെത്തുന്നത് എങ്ങനെയെന്നാണ് ഓരോ റൂൾസും പറഞ്ഞു കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന ആസ് ഇറ്റ് ഈസ് ഫോളോ ചെയ്യല്ല, വ്യക്തിപരമായി ഇണങ്ങുന്ന റൂളുകളെ നിങ്ങൾ വേറൊരു പേപ്പറിലേക്ക് എഴുത്തെഴുതി അത് മാത്രമായി റിയൽ ലൈഫിൽ ഫോളോ ചെയ്യണം. നോക്കൂ, റിമെമ്പർ ദാറ്റ് ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ആർ ബോത്ത് സൈഡ്സ് ഓഫ് എ കോയിൻ. ഒരു കോയിനിന്റെ 2 വശം പോലെയാണ് ഫണ്ടമെന്റലും ടെക്നിക്കലും. രണ്ടും ഉപയോഗിച്ചുകൊണ്ട്, രണ്ടും പ്രകാരം കൃത്യമായി അവസരമെന്ന് ഉറപ്പുള്ളതിനെയാണ് യഥാർത്ഥ ബിസിനസ്സിൽ ഉപയോഗിക്കുക. ഫണ്ടമെന്റലും ടെക്നിക്കലും ഒരു കോയിനിന്റെ 2 വശം പോലെയാണെന്ന്. ഫണ്ടമെന്റൽ അനാലിസിസ്, ശ്രദ്ധിക്കണേ, ഫണ്ടമെന്റൽ അനാലിസിസ് ഇൻഫോംസ് us റീസൺ ഫോർ മാർക്കറ്റ് മൂവ്മെന്റ്. മാർക്കറ്റ് എന്തുകൊണ്ട് മുകളിലേക്ക് പോയി, എന്തുകൊണ്ട് നാളെ താഴേക്ക് വന്നേക്കാം, അതിന്റെ കാരണമാണ് ഫണ്ടമെന്റൽ അനാലിസിസ് കൊണ്ട് കണ്ടെത്തുക. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ നിങ്ങൾ ക്ലാസ്സിലൊക്കെ കേട്ടിട്ട് പറഞ്ഞു മനസ്സിലാവും. വരുന്ന വ്യാഴാഴ്ച റിയൽ ബിസിനസ്സിൽ ഒരാൾ പോലും ട്രേഡ് ചെയ്യില്ല. മുൻകാലങ്ങളിൽ റിയൽ അക്കൗണ്ടുകൾ തുടങ്ങി പൈസ മുടക്കി കച്ചവടം ചെയ്യുന്ന ഒരാൾ പോലും ഈ വ്യാഴാഴ്ച ട്രേഡ് ചെയ്യില്ല.